സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾക്ക് ലഭിച്ച ആരാധനയ്ക്കായി തിരുവചന കഴിവിക്കായി കർത്തൃമേശയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തുടർന്നും ഞങ്ങൾ അങ്ങയുടെ പാതപീഠത്തിൽ അടുത്തുന്നു. സഭാ സ്ഥാപിതമായ നാൾ മുതൽ ഇതുവരെയും ഇനിയുള്ള നാളിലും കാലകാലങ്ങളിൽ ഞങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് തൻ്റെ ദാസരെ അഭിഷിക്തരെ അയക്കുന്നതിനായി അയച്ചിട്ടുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഉണ്ടാകട്ടെ. 4 വർഷം ഈ പള്ളിയോട് ചേർന്ന് കമ്മിറ്റിക്കാരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അച്ഛൻ്റെ യാത്രയത്തിൻ്റെ യോഗത്തിന് സ്വാഗതം പറയാനുള്ളതാണ് എൻ്റെ ചുമതല. യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന സെബാസ്റ്റ്യൻ സാറിന് എൻ്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. എന്നെ സ്വാഗതം ആശംസിക്കുന്നത് സഭയിൽ നിന്ന് പിരിഞ്ഞു ഈ സഭയിൽ നിന്നും മാറിപ്പോകുന്ന അച്ഛനാണ്. അച്ഛനും കൊച്ചും മക്കൾക്കുമാണ്. അതുകൊണ്ട് സ്വാഗതം ആശംസിക്കാൻ, കാരണം 4 വർഷം ചേർന്ന് നിന്ന് രമീനെ പോലെ ഞങ്ങൾ പ്രവർത്തിച്ചാണ്. ആ സ്നേഹത്തിന് ഇതുവരെ ഒരു കോട്ടങ്ങളും സംഭവിക്കാതെ നിലനിർത്താൻ സാധിച്ചു. ആ അച്ഛനും കൊച്ചമ്മയ്ക്കും മക്കൾക്കും സ്വാഗതം ആശംസിച്ചു. കുടുംബങ്ങളുടെ സന്നിഹിതരായിരിക്കുന്ന സഭ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റമാക്കി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവപാലകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സ്ഥലം മാറ്റം എന്നുള്ളൊരു വാക്കുണ്ട്. അതൊരു മാറ്റം, ഒരു ദേശത്തിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ മാറ്റം. എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിലാണ് ശുശ്രൂഷകരാകുന്ന ഞങ്ങൾ പ്രത്യേകിച്ച് ജനവും ജീവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പൗലോസിന്റെ 3 പ്രധാനപ്പെട്ട മിഷണറി യാത്രയെ പറ്റി തിരുവചനം പഠിപ്പിക്കുന്നു. ആ സമയത്തൊക്കെ പൗലോസ് തന്നിൽ അല്ലെങ്കിൽ തൻ്റെ പിൻഗാമിയായി വന്ന ശിഷ്യന്മാർ അല്ലെങ്കിൽ തൻ്റെ സഹശുശ്രൂഷകരിൽ സ്ഥാപിതമായ പൗലോസിനാൽ സ്ഥാപിതമായ സഭയിലെ ജനങ്ങളോട് വിട പറയുന്ന, യാത്ര പറയുന്ന പല സന്ദർഭങ്ങളും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശുശ്രൂഷകരുടെ ക്രമീകരണം, സ്വന്തം ദേശവും ഒക്കെ വിട്ട് മറ്റൊരു ദേശത്തെ പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പുതിയ പുതിയ ആളുകളെ കാണുകയും പുതിയ ബന്ധങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ, പുതിയ സാഹചര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. അതാരും ആരോട് പറയാറില്ല, ആരോടും പങ്കുവയ്ക്കാറില്ല. ഒരുപക്ഷെ പങ്കുവയ്ക്കുന്നത് ദൈവസ്ഥിതിയിൽ മാത്രമാണ്. പങ്കുവയ്ക്കുന്നതായ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് ദൈവസ്ഥിതിയിൽ മാത്രം. വേറെ ആരോടും പങ്കുവയ്ക്കാറില്ല. എത്ര അടുത്ത ആളുകളാണെങ്കിലും സഹവിശ്വാസികളോട് അതൊക്കെ പങ്കുവയ്ക്കാറില്ല. ഒത്തിരി കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ കഴിഞ്ഞ 4 വർഷക്കാലം ബഹുമാനപ്പെട്ട അച്ഛനിൽ നിന്ന് നമുക്ക് ഒത്തിരി നന്മകൾ ലഭിച്ചു. നമുക്ക് അച്ഛൻ ഇങ്ങോട്ട് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. വലിയൊരു ഇടവകയിൽ, പ്രത്യേകിച്ച് ലോകം അംഗീകരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഇടയിൽ വന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള അച്ഛനിലൂടെ ലഭിച്ച അത് വലിയ ഭാഗ്യവും. അച്ഛനിലൂടെ ലഭിച്ച നല്ല കരുതലിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇടവകമെന്ന നിലയിൽ, അച്ഛൻ്റെ കുഞ്ഞാടെന്ന നിലയിൽ പ്രിയ ജനങ്ങളോട് ചേർന്ന് ഞാൻ അച്ഛനോട് നന്ദി പറയുന്നു. സംഘടനയിലും സഭയിലും അനുഗ്രഹമായിരിക്കട്ടെ. അച്ഛൻ്റെ മഹോദരമായ ശുശ്രൂഷ തുടർന്നും മഹാനവയ്ക്കും ക്രിസ്തീയ സമൂഹത്തിനും ദക്ഷിണേന്ത്യൻ സഭയ്ക്കും ഫലകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, അധ്വാനിപ്പാൻ, സഭയെ ഒരുക്കുവാൻ ദേശത്തെ ഒരുക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ ഉപക്രമത്തിൻ്റെ വാക്കുകൾ സംസ്കരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കഴിഞ്ഞ 4 വർഷക്കാലം അച്ഛൻ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ വിഷയങ്ങളിലും അച്ഛൻ എപ്പോഴും സമയം കണ്ടെത്തി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചമ്മ എന്താവശ്യം എൻ്റെ ഒരു സഹോദരിയെ പോലെ എൻ്റെ കൂടെ പോലെ തന്നെയാണ് ഞാൻ കൊച്ചമ്മയെ കണ്ടിരിക്കുന്നത്. അധികം വേദനയുണ്ട്. കാരണം എനിക്ക് എന്ത് പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് കൊച്ചമ്മയോട് ഷെയർ ചെയ്യാറുണ്ട്, പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടാറുണ്ട്, എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വിഷമാവസ്ഥയിലൊക്കെ കൊച്ചമ്മ കടന്നു വരികയും ഞാൻ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എൻ്റെ ഒരു കുടുംബത്ത് തന്നെയാണ് ഞാൻ എന്നെ തന്നെ കൊച്ചമ്മയെ കൊണ്ട് കുഞ്ഞുങ്ങളെ അത്യധികം ഞാൻ സ്നേഹിക്കുന്നു. അവർക്കൊക്കെ നല്ലൊരു ഭാവി ഞാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛനെ കൂടുതൽ ദൈവം ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം സഹായിക്കട്ടെ, ശക്തിയാക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കുഞ്ഞുങ്ങൾക്ക് 2 പേര് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം മാനിക്കട്ടെ. ദൈവങ്ങൾക്കെല്ലാം നന്മയും നൽകട്ടെ എന്ന് ഞാൻ സമയം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഹൃദയപൂർവ്വമുള്ള നന്ദി സ്നേഹത്തിനടുത്ത് നിങ്ങളെ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ സദയം ഒത്തിരി കൊച്ചുമീൻ നിങ്ങളെ ക്ഷമിക്കണമെന്ന് ജനസം ഓർക്കുകയാണ്. എല്ലാ നന്മകളും പ്രാർത്ഥനകളും ആശംസകളും സമയം എംപ്ലോയീസിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയം ഒരു ചെറിയൊരു പാരിതോഷിക എംപ്ലോയീസിൻ്റെ വകയായിട്ട് എപ്പോൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എംപ്ലോയീസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെ മഹത്വമുണ്ടാകട്ടെ. ഒരു 4 വർഷത്തെ അതിമനോഹരമായ വർഷം മുഖമായിട്ട് അച്ഛൻ വയ്ക്കുന്നത്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഇന്നോവേറ്റീവായും യൂത്തിനെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അച്ഛനായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ കാര്യത്തിലും അച്ഛനിലേക്ക് നോക്കുമ്പോൾ അച്ഛൻ വളരെ കാമായി കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാത്തിനെയും കാമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. യൂത്തിൻ്റെ പല കാര്യങ്ങളും പല സമയത്തും പല കാര്യങ്ങളും നേരിടേണ്ടവരുണ്ട്. സോ അതിനെയൊക്കെ നല്ല മൈൻഡ് സെറ്റോടെ നോക്കിക്കാണുമെന്ന് അച്ഛൻ പഠിപ്പിച്ചൊക്കെ ഞാൻ നോക്കുന്നു. എല്ലാവരും ഫെയിലിയറൊക്കെ ഓടുന്നൊരു സമയത്ത് അച്ഛൻ പറഞ്ഞാൽ ഹൃദയങ്ങളെ ജയിക്കുന്നവരായിട്ട് മാറണം. എപ്പോഴും ഹൃദയങ്ങളെ ജയിക്കുന്നവരായി മാറുവാനായിട്ട് അച്ഛൻ ഒത്തിരി സഹായിച്ചൊക്കെ ഞാൻ നോക്കുന്നു. വളരെയധികം നല്ലൊരു ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മുമ്പോട്ട് നല്ല രീതിയിൽ നയിക്കുകയും യുവജനങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് അച്ഛൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവിധ നന്ദിയും സ്നേഹത്തെയും അച്ഛനെ നേരുകയാണ്. ഈ സമയത്ത് ഞങ്ങൾ യൂത്തായിട്ട് അച്ഛനൊരു ഗിഫ്റ്റ് അറേഞ്ച് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് വാങ്ങിക്കുവാനായിട്ട് അച്ഛനെയും കൊച്ചമ്മയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കൊച്ചമ്മ അൺസെൻ ഫിഗറാണ്. നമ്മുടെ അച്ഛൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ് കൊച്ചമ്മ. കൊച്ചമ്മയിലെ അച്ഛനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മാനം നൽകുവാനായിട്ട് ഇതിന്റെ പ്രസ്ഥാനത്തിലെ അംഗങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക. ഫോട്ടോയാണ് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കട്ടെ ആശംസിക്കുന്നു. അടുത്തതായിട്ട് അലനാണ്. അലൻ നമ്മളൊപ്പം പ്രസ്ഥാനത്തിൽ നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആദ്യം സെമ്പറിക്കൊക്കെ എടുക്കുന്നത് യൂത്തിന് വളരെ ആക്റ്റീവ്
സാന്നിധ്യമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതിന് ഒരു ഗിഫ്റ്റ് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് നൽകുവാനായിട്ട് യുവജനപ്രസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് അനിറ്റയാണ്. അനിറ്റയും യുവജനപ്രസ്ഥാനത്ത് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അനിറ്റയും സ്നേഹത്തോടെ ഒരു സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് സ്വാഗതം ചെയ്യും. താങ്ക് യു. അനിറ്റയ്ക്ക് ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. അനിറ്റ CBSE 10th ലെവൽ എക്സാം പാസ്സായ തുടർന്ന് ഒരു ചെറിയ മൊമെന്റ് കൂടി അനിറ്റയ്ക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അനിറ്റയെ സ്വാഗതം ചെയ്യും. ടീച്ചറുകളെ സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും, എല്ലാ ഐഡിയാസിനും, എല്ലാ കാര്യത്തിലും, എല്ലാ സപ്പോർട്ടീവായിട്ടും അച്ഛനോട് കുടുംബത്തോട് ഒരിക്കൽ കൂടി നന്ദി സ്നേഹത്തെ അറിയിക്കും. ദൈവം ഇനി മുന്നോട്ട് ധാരാളമായിട്ട് അനുഗ്രഹിച്ച് നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അച്ഛൻ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുമായിരുന്നു. എപ്പോഴും എപ്പോൾ വിളിച്ചാലും അച്ഛൻ ഓടി വരും സൺഡേ സ്കൂളിൽ പങ്കെടുക്കാനായിട്ട്. എപ്പോഴൊക്കെയാണ് ഒരു തവണ പോലും അച്ഛൻ ഇല്ല പറ്റില്ല നിൽക്കാത്ത സമയത്ത് എന്നാലും ഇതുവരെ പറഞ്ഞിട്ടില്ല. എപ്പോഴൊക്കെ വിളിച്ചപ്പോഴും ഓടി വരും. കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ, അതായത് കുട്ടികളുടെ ലെവലിലേക്ക് അച്ഛൻ എത്തും. പലപ്പോഴും ഞാൻ ഓർക്കേണ്ട സൺഡേ സ്കൂളിലൂടെ പ്രാർത്ഥനയ്ക്ക് അച്ഛൻ മുട്ടുകുത്തി നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ തന്നെയാണ്. എപ്പോൾ നോക്കിയാലും കുഞ്ഞുങ്ങൾ അത് മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു അച്ഛനും കൊച്ചമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കെപ്പോഴും വേദന തോന്നുന്നത് സത്യം പറഞ്ഞ അച്ഛനൊക്കെ ഒരു അവസ്ഥയിൽ യാത്രയൊക്കെ തന്നെ വിഷമം വരുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നവരായിരുന്നു. കഥകൾ പറയാനാണെങ്കിൽ കൊച്ചമ്മയാണ് പലപ്പോഴും ഞങ്ങൾ പൊതുദാസിനെ കൊച്ചമ്മയെ വിളിച്ചിട്ടുണ്ട് കഥ പറയാനൊക്കെ. ഒരു KG കുഞ്ഞുങ്ങളോട് എങ്ങനെ സംസാരിച്ച് അവരെ നടത്തി വഴി നടത്താൻ പറ്റുമോ അതുപോലെ കൊച്ചമ്മ വളരെ നല്ല രീതിയിൽ കഥകൾ പറഞ്ഞ് അവരെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു അച്ഛനും കൊച്ചമ്മയുമായിരുന്നു. സത്യത്തിൽ വിഷമമുണ്ട്. പക്ഷേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ നടത്തിപ്പാണ്. അതുകൊണ്ട് എല്ലാവിധമായ ആശംസകളും സൺഡേ സ്കൂളിൻ്റെതായിട്ടുള്ള എല്ലാ ആശംസകളും അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും നൽകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു അധ്യാപികയായിരുന്നു, നല്ലൊരു അധ്യാപകരായിരുന്നു. അച്ഛനാണെങ്കിൽ എല്ലാ വിഷയത്തെപ്പറ്റിയും അഗാധമായ ജ്ഞാനമുള്ള ഒരു അച്ഛനായിരുന്നു നമുക്ക് ലഭിച്ചത്. ഏത് വിഷയം തത്വജ്ഞാനമാകട്ടെ, ബൈബിളിലാകട്ടെ, ജനറലായിട്ടുള്ള നോളജാകട്ടെ, ഏത് വിഷയം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഏത് സബ്ജക്റ്റിനെ പറ്റി വളരെ ആഴത്തിൽ പഠിച്ച് പ്രസംഗങ്ങളാണെങ്കിൽ തയ്യാറാക്കുന്നത് വളരെ ആഴത്തിലാണ്. വളരെ നല്ല രീതിയിൽ പഠിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഓരോ ചെറു ജീവികൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് തന്നെ പഠിപ്പിച്ചത് അച്ഛനാണ്. പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന എല്ലാ ജീവികൾക്കും അതിൻ്റെ പ്രാധാന്യമുണ്ടെന്ന് പലപ്പോഴും അച്ഛൻ പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി. അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഒരു അച്ഛനായിരുന്നു, നല്ലൊരു കൊച്ചമ്മയായിരുന്നു, നല്ല സഹോദരങ്ങളായിരുന്നു കുഞ്ഞുങ്ങൾ രണ്ടുപേരും. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം സൺഡേ സ്കൂളിൽ വകയായി അനിറ്റായിട്ട് ഒരു ഉപഹാരം നൽകുന്നതിനായിട്ട് സൺഡേ സ്കൂൾ ഭാരവാഹികളെ എല്ലാവരും ക്ഷണിച്ചുകൊള്ളുന്നു. കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ വിശുദ്ധനാമമായിട്ട് ഒരു വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരുമിച്ച് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 4 വർഷക്കാലം വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു. ഇന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയൊരു സുഖമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നോട് ഇത്
പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മതി, എനിക്കത് പറഞ്ഞു പിടിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു പറഞ്ഞു മാറിക്കണം. പക്ഷേ എല്ലാവരും എന്നെ എന്ന് നിർബന്ധിച്ച് എനിക്കത് തന്നു. കഴിഞ്ഞ ഒരു 4 വർഷക്കാലം അച്ഛനും കൊച്ചിനെയും ഒരു കുടുംബമായിട്ട് നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നു. അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് പറയുവാനായിട്ടുള്ളത് നന്മയില്ലാതെ ഒരു ഞാൻ ഒന്നും കണ്ടിട്ടില്ല. സംഘടന ഫെലോഷിപ്പ് സംഘടനയെ പറ്റി നിങ്ങൾ പറയുവാണെങ്കിൽ എല്ലാ ആഴ്ചയിലും മുമ്പാണ് സംഘടനകൾ നമ്മൾ ചേരും. സംഘടന ചേർന്ന് കഴിഞ്ഞാൽ അറ്റൻഡൻസ് എടുക്കും, കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം പിരിഞ്ഞു പോകും. അങ്ങനെയാണ് സംഘടന ഞാൻ ചേർന്ന് വരികയാണെങ്കിൽ. എന്നാൽ അച്ഛനും കൊച്ചിനെയും നമ്മൾ സഭയിലേക്ക് കടന്നു. പിറ്റേ ആഴ്ച മുതൽ സംഘടന തുടങ്ങും. പക്ഷേ എനിക്ക് സർവീസിനോട് ചുമതലയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തീരുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ പകുതിയുടെ സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും ഞാൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് സംഘടന എനിക്ക് കൊച്ചിനിരിക്കുന്നത്. എനിക്ക് തന്നെയില്ല അത് പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും ലഭിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മീയമായിട്ട് വളരെയേറെ നിങ്ങളുടെ സംഘടന ഇന്ന് മുൻപന്തിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ വ്യക്തി അതിനോട് കൊച്ചിനാണ്. അത് നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ബൈബിൾ പഠനത്തിലും അതുപോലെ എന്ത് കാര്യമാണെങ്കിലും കൊച്ചിമേ നമ്മൾ കാണുന്ന പോലെ ഒരു വ്യക്തിയല്ല. കൊച്ചിമയിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങിയാൽ കടന്നു ചെല്ലുമ്പോഴാണ് കൊച്ചിമയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ബൈബിളിൽ അസാധ്യമായ ഒരു പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് കൊച്ചിമ. അത് മഹായുടെ തലത്തിൽ ഒരു മത്സരം നടത്തിയാലും, മഹായുടെ തലത്തിൽ എല്ലാ സഭയിലെ കൊച്ചിമമാരുടെ മത്സരങ്ങൾ നടത്തിയാലും അതിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത് കൊച്ചിമയാണ്. അതൊക്കെ ഞങ്ങളുടെ സംഘടനയ്ക്ക് വളരെയേറെ പ്രയോജനമായ ഒരു കാര്യമായിരുന്നു, പ്രചോദനമായിരുന്നു. ഞങ്ങൾക്ക് ആത്മീയമായിട്ടാണെങ്കിൽ ഞങ്ങൾ വീട്ടുപോകാനാണ് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പല സന്ദർശനങ്ങളുടെയും ഒക്കെ മധ്യത്തിലാണ് പള്ളിയിലേക്ക് ഓടി വരുന്നത്. പള്ളിയിൽ കഴിഞ്ഞ് സംഘടന കൂടിയും തിരിഞ്ഞു പോകാമെന്നുള്ള രീതിക്ക് ഇരിക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളുടെയാണ് ഞങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുടെ ഞങ്ങൾ സംഘടനയിൽ ഇരിക്കുന്നതെങ്കിൽ പോലും അവിടെ സംഘടനയിൽ ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ കൊച്ചിന് അതിനോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ആരൊക്കെയായി മാറിയാണ്. കൊച്ചുമാരുടെ കൂട്ടുകാരിയായിട്ടാണോ സഹോദരിയായിട്ടാണോ എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങളുടെ സകല ഭാരങ്ങളും മനസ്സിൻ്റെ വിഷമങ്ങളും ആ സംഘടനയിൽ നിങ്ങൾ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ വളരെ സന്തോഷകരമായിട്ടാണ് സംഘടനയിൽ നിങ്ങൾ തിരിഞ്ഞു പോകുന്നത്. അത് ഞങ്ങൾക്ക് നിങ്ങളുടെ സംഘടന മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആത്മീയമായിട്ട് ഞങ്ങളുടെ സംഘടന മഹാദേവയിൽ അറിയപ്പെടുന്നത് കൊച്ചിനാട് പ്രവർത്തനത്തിലൂടെ മാത്രമാണ്. കൊച്ചിന പ്രസിഡന്റാണ്. പക്ഷേ എങ്കിലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ ചേർന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ എല്ലാ കാര്യവും കൊച്ചിനെയാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് എൻ്റെ സമയം എല്ലാം കൃത്യതയോടുകൂടി ഒരു കാര്യത്തിൽ ഒരു കുറവില്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കൊച്ചിനെ വളരെ മിടുക്കിയാണ്. അത് ഈ 4 വർഷക്കാലം നമ്മുടെ സംഘടനയിലുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ അനുഭവിച്ചതാണ്. അതുകൂടാതെ ഏതൊരു ചോദ്യത്തിനും അച്ഛനാണ് കൊച്ചിനോട് ഒരു ഉത്തരം പറഞ്ഞതുപോലെ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, എല്ലാവരെയും ഒരു മനസ്സോടെ ഒരേപോലെ ഒരു കൂടെ കീഴിൽ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമാണ് അച്ഛനും കൊച്ചിനെയും ഞാൻ കണ്ടിട്ടുള്ളത്. പല സ്വഭാവങ്ങളും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണ് നമ്മളെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ ഒന്നെങ്കിൽ പോലും അതൊന്നെല്ലാം മാറ്റി നിർത്തുന്ന എല്ലാവരെയും ഒന്നിച്ച് കാണാനായിട്ട്, എല്ലാവരും ഒരുമിച്ച് നിർത്തുവാനായിട്ട് അച്ഛനും കൊച്ചിനെ ഏറെ പ്രയത്നിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ സഭയുടേതായ കാര്യങ്ങളാകട്ടെ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ തന്നെ എടുത്താൽ മാസത്തിൽ എല്ലാ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടത്തി വരുന്നു. അതുപോലെ എല്ലാ മാസത്തിലെ 3 ദിവസം മുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥനയിലൂടെ അതിൽ വളരെ കുറച്ച് അമ്മച്ചിമാരാണ് പങ്കെടുക്കാനുണ്ടായിരുന്നത്. 2-3 സഹോദരന്മാരുണ്ടായിരുന്നു. അന്നവർക്കും പങ്കെടുത്തവർക്കും അറിയാം അതിൻ്റെ അനുഗ്രഹങ്ങൾ. സഭയുടേതായ വിവിധങ്ങളാണ് ആവശ്യിച്ച് ഏറ്റവും നിസ്സാരമായ ചെറിയ ആവശ്യങ്ങൾ പോലും അച്ഛൻ അത് ദൈവസ്ഥലത്തിൽ വെച്ച് ആദ്യമേ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന വിഷയം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ തരും. ഈ വിഷയം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ കാര്യങ്ങൾ ഇതാണുള്ളത്. പക്ഷെ ആ പ്രാർത്ഥനകളിലൂടെ ദൈവം വളരെ അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന വിധത്തിലാണ് നമ്മുടെ സഭയുടെ ആവശ്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടുപോയതെന്നാണ് നമുക്ക് പറയുവാനായിട്ട്. ഒരാളുണ്ടെങ്കിൽ ഒരു അമ്മച്ചിമാരൊക്കെയും അന്ന് പറയുക വിദ്യാലയമൊക്കെയും പറയുമായിരുന്നു. ചിലപ്പോൾ
ഏത് സംഘടനയാണോ ആ സംഘടനയുടെ വളർത്തുന്ന ആദ്യ മുൻതൂക്കം കൊടുക്കും. സൺഡേ സ്കൂളാണെങ്കിൽ സൺഡേ സ്കൂളിൽ വർക്കിംഗ് നടക്കുവാണ്, അതിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുവാണെങ്കിൽ അച്ഛൻ ജനങ്ങളിരിക്കുന്നത് പോയി എന്നിട്ട് ഞങ്ങൾ ഭാരവാഹികളെയും അധ്യാപകരെയും എല്ലാം അച്ഛൻ തന്നെ കസാര എടുത്തുള്ള ഒരു വ്യക്തി അവിടെ ഞങ്ങളെ ഇരുത്തു വച്ച്. അതുപോലെ ജില്ലയുടെ സീനിയർ സെക്രട്ടറി പ്രവർത്തനമായ ഒക്കെയും അങ്ങനെയാണ്. ഓരോ സംഘടനകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിൻ്റെതായ ഭാരവാഹികൾ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത് എന്നൊക്കെയും ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട അംഗീകാരം എങ്ങനെയാണെന്നൊക്കെ അച്ഛനിലൂടെ പഠിക്കുവാനായിട്ട് സാധിച്ചു. ഉപവാസപ്രാർത്ഥന സമയത്തൊക്കെ ഞാൻ അവരുടെ അച്ഛനും അല്ലെങ്കിൽ അന്ന് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ വേറെ സഭയിലുള്ള സാറുമായി വരുവാണെങ്കിൽ അവർക്കൊക്കെയും ചേർന്ന് കസാര മേശയൊക്കെ ഒരുക്കി ഞങ്ങൾ വയ്ക്കും. പക്ഷേ ഈ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തറയിൽ ഞങ്ങളുടെ മുമ്പിൽ ഇറങ്ങി പ്രാർത്ഥിക്കാനിരിക്കുന്നു. ആ കൂടെ ഞങ്ങളുടെ കൂടെ കാര്യങ്ങളെ മുടക്കി സഭയിൽ ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. അച്ഛനെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ സഭയുടെ 4 വർഷക്കാലം അച്ഛൻ ചെയ്ത നന്മകൾ, അച്ഛൻ്റെ ശുശ്രൂഷ എന്താണോ അത് അങ്ങേയറ്റം വരെ അച്ഛന് നടപടിയായിട്ട് നിവർത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല പോരായ്മകളും നന്നായിട്ടുണ്ട്. അതെല്ലാം ക്ഷമപരിക്ഷമാവണത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അതിലൊന്നും ലളിതമായ ജീവിതത്തിലൂടെ അതാണ് എനിക്ക് അച്ഛനോടെ കണ്ടത്. ഞാൻ ആദ്യമേ പഠിച്ച ഒരു പാഠം അതാണ്. ലളിതമായ ഒരു ജീവിതം, വേഷവിധാനമായിക്കോട്ടെ ഭക്ഷണ കാര്യങ്ങളായിക്കോട്ടെ എന്തായിരുന്നു വളരെ ലളിതമായ രീതിയിലുള്ള ജീവിതങ്ങൾ. അതൊക്കെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പഠിക്കുവാനായിട്ട് സാധിച്ച ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങളുടെ സംഘടനയെ ഇത്രയും ഉയർത്തിയത് വച്ചമയാണ്. കാരണം ഞങ്ങൾ മഹായിടവകയിൽ ഒരു മത്സരത്തിന് പങ്കെടുക്കണമെങ്കിൽ അത് വച്ചമയിലൂടെയാണ് നമുക്ക് സാധിച്ചത്. ഒരു കോൺഫറൻസിന് ഞങ്ങൾ പങ്കെടുത്തതുകൊണ്ടെങ്കിൽ അത് വച്ചമയിലൂടെയാണ്. പല ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വച്ചമ ആദ്യം ഞങ്ങളോട് പറയുമെങ്കിലും വച്ചമനിങ്ങളോട് നിങ്ങളെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാം, ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഒരാളായിരുന്നു വച്ചമ. അതുകൊണ്ട് തുടർന്ന് ചെല്ലുന്ന സഭയിലും അച്ഛനും വച്ചമയ്ക്കും നല്ല അനുഭവമാണ്. ഇതുപോലെ തുടർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ഇടവരട്ടെ. നല്ല ജ്ഞാനവും വിവേകവും തുടർന്ന് ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ വചനം വായിക്കുമ്പോൾ പഠിക്കുന്നത് പോലെ സാമർത്ഥ്യമുള്ള ഭാര്യയാക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെയാണ് അച്ഛനും ദൈവം കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. വളരെ കഴിവും വിവേകവും അറിവുമുള്ള വ്യക്തിയാണ്. അച്ഛൻ്റെ ശുശ്രൂഷയെ കൂടെ നിന്ന് കൈത്താങ്ങാനായിട്ട് 100% കൊച്ചിനേക്ക് തരും. അച്ഛൻ്റെ വിജയത്തിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നതാണ് വിജയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൊച്ചമ്മയുടെ ആ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളാണ്. തുടർന്ന് ദൈവം ഉള്ള എല്ലാ നന്മകളും വിവേകങ്ങളും അറിവും കൂടുതലായി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയോ പറയണമെന്ന് ഒരുപാട് പറയണമെന്നൊക്കെ ആലോചിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളുടെ വുമൻസ് ഫെലോഷിപ്പിൻ്റെ എല്ലാവിധ ആശംസകളും വച്ചിരിക്കുന്നവരെയാണ് ഞങ്ങൾക്ക് ചെയ്തു തന്ന ചെറുപ്പം വരുന്നതായ എല്ലാ നന്മകളും ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്നതല്ല. ഞങ്ങളെ ചേർത്ത് നിർത്തിയത്, ഞങ്ങളെ വളർത്തിയത് കൊച്ചമ്മയാണ്. ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഓരോ ആഴ്ചയിലും ഒരു ബൈബിൾ ക്വിസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സംസ്കൃതിയിൽ നിന്ന് ഓടിച്ചെല്ലുന്ന സമയത്ത് കൂട്ടശ്ശേരി അവിടെയായിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടിച്ചെല്ലുന്നത് ചെല്ലുമ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ പഠിച്ചവരും കാണും, പഠിക്കാത്തവരും വായിക്കാത്തവരും എല്ലാവരെയും കൊച്ചുമ്പോൾ ബൈബിൾ ക്വിസ് എഴുതിക്കും. എഴുതിച്ച് ഉത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തന്നെ ചെക്ക് ചെയ്യാൻ പേപ്പർ ഞങ്ങൾ തന്നെ ചെക്ക് ചെയ്യുമ്പോഴുള്ള സന്തോഷമാണ് അവിടെ കാണുന്നത്. തെറ്റുണ്ടാകും, എനിക്ക് ശരിയുണ്ടാകും. പക്ഷേ അതിനകത്ത് മാർക്കോ തെറ്റോ ശരിയോ എന്നുള്ളതല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുവാനായിട്ട് അല്പസമയം ദേവസ്ഥയിൽ ഇരിക്കുവാൻ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം ഞങ്ങൾക്ക് അവിടെ കിട്ടി. അതാണ് ഞാൻ പറഞ്ഞ മാനസികമായ ഉല്ലാസത്തോടുകൂടിയാണ് ഞങ്ങൾ സംഘടന കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത്. അതുപോലെ 2 വർഷക്കാലം നമ്മൾ അടുപ്പിച്ച് നമ്മൾ സഭയിൽ നിന്നും ഒരു വിനോദയാത്രയ്ക്ക് പോയി. ആദ്യമൊക്കെ വിനോദയാത്രയുടെ കാര്യം പറഞ്ഞു, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിന്നാലെങ്കിലും അവസാന സമയത്ത് എല്ലാവരെയും അതൊന്ന് കണ്ടക്ട് ചെയ്യാനായിട്ട് കൊച്ചമ്മയാണ് അതിനകത്ത് മുൻകൈ എടുത്തത്. അത് എങ്ങനെയൊക്കെ വേണം, ഏതൊക്കെ രീതിയിലാവണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തത്. 2 പ്രാവശ്യം നമ്മൾ ഉല്ലാസയാത്രയ്ക്ക് പോയി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു കാര്യമാണ്.
പോകുമ്പോൾ ഒരു ദിവസം നമ്മളത് എല്ലാം മറന്നുകൊണ്ട് നമ്മുടേതായ സന്തോഷത്തിൽ ഏർപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത കാര്യങ്ങളാണ്. അതുപോലെ സംഘടന വളർന്നതിന് പല വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൃഷി നടത്തി, ജില്ലാതലത്തിൽ കൃഷികൾ നടത്തി, അതിലൊക്കെയും അച്ഛൻ്റെയും കൊച്ചൻ്റെയും സ്വാതന്ത്ര്യം പറയുന്നത് മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജോലികൾ കഴിഞ്ഞ് സമയങ്ങൾ കഴിഞ്ഞ് പറയുന്ന സമയം അരമണിക്കൂർ വൈകിയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ചെറുന്ന സമയത്ത് അച്ഛനും കൊച്ചിൻ്റെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. അവർ പണി ആരംഭിക്കുകയൊക്കെ ചെയ്യും. അവസാനം വരെ ഞങ്ങൾക്ക് വാട്ടൊക്കെ കൃഷി വാട്ടിയതിന് അവസാന പണികൾ വരെ ചെയ്യുന്നവരെ അച്ഛനും കൊച്ചിനെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിൽ ഒരാളായിട്ട് അവരുമായി അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും അവരോട് ചേർന്ന് പ്രവർത്തിച്ചു. അതുപോലെ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സഭയുടേതായ കാര്യങ്ങൾ അത് പറയാനായിട്ട് സമയമുണ്ട്. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളരെയേറെ വഴി നടത്തി നമ്മളെ എല്ലാം നന്മയിലെ ദൈവം നമ്മളെ നടത്തട്ടെ. എല്ലാ തുറന്നു ചെന്ന സഭയിലും ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ സംഘടനയായിട്ട് ചെറിയൊരു ഉപകാരം കൊച്ചിലേക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സംഘടനയിലുള്ള എല്ലാ സംഘടന ഭാരവാഹികളും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നിന്നോ, അങ്ങോട്ട് നിന്നോ കുറച്ച് പേര്. അങ്ങോട്ട് കുറച്ച് പേര് നിന്നു. അങ്ങോട്ട് കുറച്ച് പേര് നിന്നു. താങ്ക് യു. അടുത്തായിട്ട് കായിക സംഘം. ഉണ്ടാകട്ടെ. ഈ പൊതുയോഗത്തിൻ്റെ ദിശിക്കുന്ന പ്രിയ റോയിസാർ, കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്ത പ്രിയ ജോസഫ് അച്ഛൻ, കുഞ്ഞുങ്ങൾ, പ്രിയ സഭാജനങ്ങളെ, നമുക്കറിയാം കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ ഇടയിൽ വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്ത ശുശ്രൂഷകനെ നമ്മളെ യാത്രയാക്കുകയാണ്. പ്രിയ ജോസഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ് അച്ഛമ്മയുടെയും അച്ഛൻ്റെയും കുടുംബമായിട്ടുള്ളത്. നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ആ പഴയ സ്നേഹബന്ധമൊക്കെ പുതുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു. അച്ഛനെ കുറിച്ച്, കൊച്ചമ്മയെ കുറിച്ചും അവരുടെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ എനിക്ക് മുന്നമേ വളരെ സവിസ്തരം എല്ലാവരും തന്നെ സംസാരിച്ചു. എനിക്കതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല അനുഭവങ്ങളും ഉണ്ട്. ഒരു സഭയിൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് പ്രിയ ജോസഫ് അച്ഛൻ. ഒരുപാട് യാത്രയയപ്പുകൾ ഏറ്റുവാങ്ങുകയും ഒരുപാട് യാത്രയയപ്പുകൾക്ക് സാന്നിധ്യം വഹിക്കുകയും ചെയ്ത ഒരാളാണ് എന്ന നിലയിൽ എനിക്കത് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും. ശരിക്കും നമ്മുടെ പട്ടത്തെ ശുശ്രൂഷയിലുള്ള അല്ലെ ശുശ്രൂഷകർക്ക് ഏറ്റവും മാതൃകാപരമാക്കാവുന്ന ഒരു ശൈലിയാണ് പ്രിയ ജോസഫ് അച്ഛൻ്റെ ശുശ്രൂഷ ജീവിതം.
ഒരു സഭയിൽ ഒരു ശുശ്രൂഷകൻ എന്താകാം എന്താകരുത് എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ജോസഫ് അച്ഛൻ. ഒരു മുഖപക്ഷം കൂടാതെ, ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കാതെ, ആർക്കും ഒരു പടി പോലും കൂടുതൽ പരിഗണന കൊടുക്കാതെ അത് ബാലൻസ് ചെയ്ത് ഒരു സഭയിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അച്ഛനെ നോക്കി പഠിക്കണം. ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ വൈദികരൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അച്ഛനെ കുറിച്ച് അത് പറയാറുണ്ട്. നമ്മുടെ വൈദികർക്കും നമ്മുടെ ശുശ്രൂഷകർക്കൊക്കെ അച്ഛൻ്റെ പ്രവർത്തന ശൈലിയും അച്ഛൻ്റെ ജീവിത ശൈലിയും ഒക്കെ മാതൃകയാക്കേണ്ടതാണ്. അങ്ങനെ മാതൃകയാക്കിയാൽ അവര് പ്രവർത്തിക്കുന്ന സഭയിൽ മുഖപക്ഷത്തിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പലപ്പോഴും നമ്മുടെ സഭകളിലൊക്കെ ശുശ്രൂഷകരുടെ പ്രവർത്തനങ്ങളും പ്രവർത്തന ശൈലികളൊക്കെ പലപ്പോഴും പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും സഭാജനങ്ങൾ പലവിധമായ പ്രശ്നങ്ങൾ തമ്മിലും സഭയ്ക്കകത്തും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനെ വേണ്ട വിധം കൈകാര്യം ചെയ്യുവാൻ ശുശ്രൂഷകർ അറിഞ്ഞില്ല എങ്കിൽ ആ സഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാനത് പറയാൻ കാരണം ചില പ്രശ്നങ്ങളിലൊക്കെ ഞാനൊക്കെ പെട്ടുപോയിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ചെറുതെന്ന് കരുതുന്നതും ആയ പ്രശ്നങ്ങളൊക്കെ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് വളരെയേറെ വേദനകൾ അവർ അനുഭവിക്കുന്നതാണ്. ആരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും ഒരിക്കലും ഒരു ശുശ്രൂഷകന് ഒരു പരിധിയിൽ കവിഞ്ഞ് ആ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ സാധിക്കില്ല. കാരണം അതൊരു വലിയൊരു സമൂഹത്തിന്റെ നേതൃത്വമാണ് ആ ശുശ്രൂഷ. ഞങ്ങളുടെ സഭയിൽ ഈ 4 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത് ഞങ്ങൾക്ക് ദൈവവചനം നൽകി തന്ന പ്രിയ അച്ഛനെയും കൊച്ചനെയും കുടുംബത്തിനും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയൊക്കെ ഉണ്ടായ എല്ലാ വീഴ്ചകൾക്കും നിങ്ങൾക്ക് ഞങ്ങളായിട്ടുണ്ടാക്കിയ മനോവ്യതകൾക്ക് ദൈവനാമത്തിൽ ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ 2 പേരും നമ്മുടെ സഭയിലെ ഗായക സംഘത്തിലെ അംഗങ്ങളായിരുന്നു. പ്രിയ അലൻ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഗായക സംഘത്തിൽ നിന്ന് മാറി നിന്നു. പ്രിയ അനിറ്റ ഗായക സംഘത്തിൽ വളരെ സജീവമായിട്ട് കുഞ്ഞ് പ്രവർത്തിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള പുതിയ സ്ഥലത്തും അച്ഛന് സർവീസ് ഡ്യൂട്ടിയാണ് ലഭിച്ചിരിക്കുന്നത്. അവിടെ കുടുംബമായിട്ട് ആ സഭകളിൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകുവാനും ആ സഭകളിൽ ശുശ്രൂഷകൾ നല്ല രീതിയിൽ നിർവഹിക്കുവാനും ദൈവത്തമ്പുരാൻ എല്ലാവിധമായ ആയുസ്സും ആരോഗ്യവും തന്റെ ദാസർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഗായക സംഘത്തിന്റെ ചെറിയൊരു ഉപഹാരം പ്രിയ അനിറ്റയ്ക്ക് ഇപ്പോൾ ഗായക സംഘാംഗങ്ങൾ നൽകുന്നതാണ്. ഒരിക്കൽ കൂടി പ്രിയ അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഗായക സംഘത്തിന്റെ പേരിലുള്ള എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദിയും സ്നേഹത്തെയും എല്ലാവിധ യാത്രാമംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുറച്ച് പേര് ആ സൈഡിൽ 2 സൈഡായിട്ട് കഴിഞ്ഞില്ലേ?
താങ്ക് യു. അടുത്തതായിട്ട് മെൻസ് ഫെലോഷിപ്പും സന്നദ്ധ സുവിശേഷ സംഘവും കൂടെ ചേർന്ന് ഒരുമിച്ച് ദൈവം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട സാർ, ബഹുമാനപ്പെട്ട അച്ഛൻ, കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. സന്നദ്ധ സുവിശേഷ സംഘവും മെൻസ് ഫെലോഷിപ്പും രണ്ട് ഗ്രൂപ്പുകളും, രണ്ട് സംഘടനകൾ, ഗ്രൂപ്പല്ല, രണ്ട് സംഘടനകൾ ഒരുമിച്ച് എന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. സന്നദ്ധ സുവിശേഷ സംഘം നമ്മുടെ സഭയിലെ, നമ്മുടെ ഈ ജില്ലയിലൊക്കെ മുമ്പ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു എങ്കിലും പിന്നീട് അത് നിർജ്ജീവമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട അച്ഛൻ വന്നതിന് ശേഷം അത് സജീവമാക്കി തീർത്തത് അച്ഛനാണ്. അച്ഛൻ്റെ താല്പര്യവും സംഘടനകൾക്കെല്ലാം ശക്തി പ്രാപിച്ചു വരണം എന്നുള്ളതായ അച്ഛൻ്റെ താല്പര്യവും ആഗ്രഹവും പ്രകാരമാണത് അങ്ങനെ ആയിത്തീർന്നത്. സന്നദ്ധ സുവിശേഷ സംഘത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിലേക്ക് അല്പം രണ്ടാമത് തുടങ്ങിയതിനു ശേഷം അല്പം സ്പീഡിൽ പോയെങ്കിലും ഇപ്പോൾ അല്പം ഒരു സ്പീഡ് കുറഞ്ഞ രീതിയിലാണ് പോകുന്നത്. ഇനിയും ഒന്നുകൂടെ കൂടുതൽ ശക്തി പ്രാപിച്ച് വരേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ്, ചേലത്തൂട് സഭയിലുള്ള എല്ലാവരും സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ചേലത്തൂട് യൂണിറ്റിലെ അംഗങ്ങൾ എന്ന നിലയിലാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിൽ ആ യൂണിറ്റിൽ നമ്മളൊരു ശവക്കുടി എന്നൊരു മിഷൻ ഫീൽഡൊക്കെ കണ്ടെത്തുവാനും അത് പ്രവർത്തിക്കുവാനൊക്കെയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിലാണ് നമുക്കതിന് അവസരങ്ങൾ ഉണ്ടായത്. സഭയിലെ എല്ലാ ജനങ്ങളും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിന് പങ്കാളികളാവുകയും ചെയ്തു. എന്നാൽ അതിന് നേതൃത്വം നൽകിയത് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു തന്നത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛൻ്റെ ആ വലിയതായ ദീർഘവീക്ഷണത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി ചെന്ന് ചേരുന്ന സ്ഥലങ്ങളിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അച്ഛനും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഇവിടെ വന്ന് പറഞ്ഞതായ എല്ലാ സംഘടനകളും ഓരോ ഉപകാരങ്ങൾ നൽകി, പക്ഷേ ഞങ്ങൾക്ക് ഉപകാരം ഇല്ല, ഉപേക്ഷ കൂടാതെ പ്രാർത്ഥിച്ചോളാം എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം. അടുത്തായി സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അധികം ഈ സഭയിൽ ഉപദേശിമാരൊക്കെയായിരുന്നു ചാരം വരച്ചത്. അവരൊക്കെ ഇതുപോലെ സ്ഥാനമാനം മേടിച്ച് പോകുമ്പോഴേ പറയുന്ന ഒരു പ്രസംഗമുണ്ട്. അതിൻ്റെ ഒരു വാക്യം എന്ന് പറയുന്നത്, ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥലങ്ങൾ കഴിയില്ല. അതിൻ്റെ വ്യംഗ്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രസംഗം പറയുന്നില്ല. അതിൻ്റെ വ്യംഗ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം നിങ്ങൾ എന്നെ വട്ടപ്പെട്ടേക്ക് വെള്ളം ചോദിച്ചു, ഇനി വരുന്നവൻ നിങ്ങൾ ചോദിച്ചോടാൻ, അപ്പം നിങ്ങൾക്ക് വീടാണ്. കടക്കലിട്ടവൻ പോയാൽ ഉടുക്കിട്ടവൻ പോയി, കടക്കലിട്ടവൻ പോയാൽ ഉടുക്കിട്ടവൻ വരും എന്ന് പറയുന്നതാണ് അതിൻ്റെ ഗതിയം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഉപദേശിമാരെയും അച്ഛന്മാരെയും ഒന്നും ആരും കണ്ടപ്പോഴത്തേക്ക് വെള്ളം കുടിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പഠിച്ച് തഴച്ച് വളർന്നു വരുന്നവരാണ്. ഞാനൊരു ഒരു തമാശ ആയിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ സഭയെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലെ സഭയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഞാനിപ്പോഴേ അച്ഛൻ്റെ യാത്രയേക്ക് പ്രസംഗിക്കാൻ ആശംസകൾ അർപ്പിക്കുന്നു. അനേകം യാത്രയേക്കുകളൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട്. എനിക്കും യാത്രയേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. യാത്രയേക്ക് മേടിക്കുന്നതിന് എനിക്ക് വലിയ താല്പര്യം, പക്ഷെ കൊടുക്കുന്നതിന് എനിക്ക് താല്പര്യമുണ്ട്. കാരണം യാത്രയേക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ സംഖ്യ വരച്ച ഞാൻ തമാശായിട്ട് പറയുന്നതായിട്ട് ഗൗരവമായിട്ടൊന്നും എടുക്കരുത്. നമ്മൾ ഇന്നും കൃഷിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട റോസിൻ്റെ അച്ഛന് അപ്പം നമ്മുടെ ഈ പള്ളിയിൽ ചാർജ് വഹിക്കുന്ന 20ാമത്തെ അച്ഛനാണ്. 20ാമത്തെ അച്ഛൻ പി വി വർഗീസ് അച്ഛൻ മുതൽ
ഈ 20ാമത് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ജോസിൻ്റെ അച്ഛൻ വരെയുള്ള അച്ഛന്മാരുടെ മുഖത്തിൽ വിവിധമായ അടിയാള സ്ഥാനങ്ങളിൽ സാധാരണ പൗരനായിട്ടൊക്കെ ഞാൻ ഈ പള്ളിയിൽ ജീവിച്ചു പോകുന്നു. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയും കാര്യമായിട്ടൊക്കെ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. ഈ അച്ഛൻ്റെ കൂട്ടത്തിലാണ് അച്ഛൻ 4 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു. 3 വർഷം അച്ഛൻ്റെ കുടുംബത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ഇപ്പോൾ സെഞ്ചുറിയിലേക്ക് പോവുക. ഇനി കൂടുതൽ അച്ഛന്മാരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട് ഇല്ല. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് കിടക്കട്ടെ. നമ്മുടെ അച്ഛനെ യാത്രയിക്കുകയാണ്. അച്ഛൻ നമ്മുടെ സഭയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഒരു ശുശ്രൂഷകന് വേണ്ടതായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നിഷ്കളങ്കനായിരിക്കണം, പ്രവർത്തനവൽക്കരനായിരിക്കണം, കുടുംബം ഭരിക്കാൻ അറിയുന്നവനായിരിക്കണം. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെയുണ്ട് ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നു. നമ്മുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ ഉപദേശിക്കാൻ വളരെ സമർത്ഥനാണ്. അതിന് അങ്ങനെ ഉപദേശിക്കാൻ സമർത്ഥനമായിരിക്കണമെങ്കിൽ അതിന് തക്കതായ അറിവ്, പരിജ്ഞാനം ആവശ്യം. വായന വേണം. വായിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഓർത്തിരിക്കാനുള്ള ഓർമ്മയും വായനയും ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായിട്ട് ഒരു പ്രസംഗം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അച്ഛൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എനിക്കറിയാൻ പറയും. കാരണം ഒരു ഓഫീസിലോടൊപ്പം അച്ഛൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കാണില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏതാണ്ട് 10ാം ക്ലാസ് കിട്ടിയാണ്. പക്ഷെ 10ാം ക്ലാസ് കിട്ടിയൊന്നും അല്ല അച്ഛൻ്റെ യോഗ്യത. അച്ഛൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 4 വായിച്ചാൽ BA, BD, MA, MGS ഇത്രയും ഡിഗ്രിയുള്ള അച്ഛനാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അവസാനം കാണുന്നില്ല MA, MGS. MA, MGS ആണ് മുമ്പിലിരിക്കുന്ന അച്ഛൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. MGS എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മാസ്റ്റർ ഓഫ് തിയോളജിയാണ് MGS. ഇനി അടുത്തവർ അച്ഛൻ പഠിക്കാൻ പോയാൽ കിട്ടുന്നത് ഒന്നെങ്കിൽ BD അല്ലെങ്കിൽ PhD. അപ്പൊ പേരിന്റെ പുറകിൽ ഒരു D ആണ്. അപ്പൊ പേരിന്റെ പുറകിൽ ഒരു D ആണ്, അതായത് ഡോക്ടർ. അങ്ങനെ ഒരു D ആണെന്ന് കിട്ടി. ജോസ്മിൻ പി ചാക്കോ വരട്ടെ എന്ന് ഞാൻ ആദ്യം അച്ഛൻ്റെ പൊതാറിവെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ജ്ഞാനമാണ്, വലിയ ജ്ഞാനമുള്ള അച്ഛൻ. അപ്പൊ അത്രയും വായന ഉണ്ടെന്നാണ് അത് വെച്ചുകൊണ്ടാണ് അച്ഛൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. പക്ഷെ അച്ഛൻ്റെ പ്രബോധനങ്ങളൊക്കെ വളരെ വളരെ ഗംഭീരവും വിലപ്പെട്ടതൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ സഭയിൽ നമ്മൾ ഏറ്റു എന്ന് അപ്പൊ ഞങ്ങളുടെ സമാജങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിച്ചാൽ വിതച്ച വിത്തുകളൊക്കെ എത്രമാത്രം വരുമെന്നുള്ളത് അറിയാറില്ല. അപ്പൊ അത് അച്ഛൻ ഒരു ആത്മീയമായിരുന്നു. ഈ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് അച്ഛൻ്റെ നിരീക്ഷണ പാഠം. നിരീക്ഷണ പാഠം എന്ന് പറഞ്ഞാൽ കോഴിമുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞി വിരിച്ചിറങ്ങുന്ന എങ്ങനെയുള്ള നിരീക്ഷണ പാഠമാണ്. നമ്മുടെ ഈ സഭയുടെ പോരായ്മയെ കുറിച്ച് അച്ഛൻ വളരെയേറെ നിരീക്ഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് പ്രതിവിധിയാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ സഭയ്ക്ക് ലഭിക്കുന്ന അച്ഛനുള്ളതായ നേട്ടം. ഒന്നാമതായിട്ട് 2-3 കാര്യങ്ങൾ പറയാം. നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്താകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കൊയാറുകാരുടെ യൂണിഫോം അച്ഛൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് വന്നു. അച്ഛൻ പറയുന്ന മാനാപ്പണി പോലെ ഇരിക്കണം, ഉപ്പായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ ആ നമ്മൾ വാച്ച് കഴിക്കാൻ വന്നു. അത്രയും കാലം തമ്മിൽ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് മാനവിക പറയുമ്പോൾ അച്ഛൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ ആ ഭംഗി ചിന്തിച്ചത്. ആ നിരീക്ഷണത്തിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള പുതിയ ഒരു യൂണിഫോം നമ്മുടെ വയാർക്ക് ഇനി നമുക്ക് ഇച്ചിരി പുറകോട്ട് പോകാം. നല്ല മിനികളിട്ടിട്ടുണ്ട്. എല്ലാം
എത്ര കളറാണെന്ന് ഇരിക്കാനാണ് 7-8 കളർ. ഓരോ ആരാധനകൾക്കും ഇങ്ങനെ മാറി മാറി കളറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം എല്ലാവരും കളർ, എല്ലാവരും വെള്ള കളറാണ്. ഇനി അത് ഒരു 2-3 മാസം കഴിയുമ്പോൾ പച്ചയാ ചുമരയാ നീല വെള്ളപ്പൊക്കെ ആയിട്ട് മാറും. അതിനിങ്ങനെ ഒരു കളർ ഇങ്ങനെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ ഈ കളർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മങ്ങി പിടിച്ച് ചുരുട്ടുകൂടി കാണും. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എത്ര വർഷമായി നമ്മൾ കാണുന്നു അല്ലേ? നമുക്കാർക്കും അത് മാറ്റണമെന്നൊരു നിരീക്ഷണം തോന്നി. അത് അച്ഛൻ്റെ നിരീക്ഷണത്തിൽ വന്ന ഒരു കാര്യം. അപ്പം നോക്കാൻ ഓരോരോ കാലങ്ങളിൽ അതനുസരിച്ചുള്ള മനോഹരമായ വിധികൾ നമ്മുടെ സഭയിലുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കർത്തൃമേശ, ആ കർത്തൃമേശ വിധിയാക്കി വെച്ചേക്കുന്ന കാരണം നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാനായിട്ട് സാധിക്കും. അച്ഛൻ അതിൻ്റെ വിധിയൊക്കെ മാറ്റി നോക്കി അതൊക്കെ കണ്ടു. അവിടെ കിടന്നതായ കർത്തൃമേശ ദ്രവിച്ച് താഴത്തേക്ക് പോകാറായിട്ടില്ല. അത് അച്ഛൻ്റെ നിരീക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അച്ഛൻ്റെ നിരീക്ഷണത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അച്ഛൻ അതിനെക്കുറിച്ച് പറഞ്ഞു, കേട്ടു, ദൈവം ദ്രവിച്ചു പോകാത്ത നല്ലൊരു മേശയാണ് ഇപ്പോഴവിടെ. സ്റ്റീലിന്റെ നിർമ്മിതമായ നല്ലൊരു മേശ അവിടെ. അതോടൊപ്പം തന്നെ നമുക്കൊരു ബോഡിയൊക്കെ ഇട്ടുന്ന ബോഡി, അത് കൊണ്ടൊന്ന് വെക്കാനുള്ളതായ ഒരു സ്റ്റീൽ മേശ. ഇതൊക്കെ അച്ഛൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് കിട്ടിയതായ കാര്യങ്ങൾ. അങ്ങനെ അച്ഛൻ മറ്റ് വലിയ നിരീക്ഷണ പാഠമെന്ന ഒരു സഭയ്ക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇനി ഒന്നുള്ളത് അച്ഛൻ്റെ സാമ്പത്തികമായ അച്ചടക്കം. നമുക്ക് ഇവിടെ ഒരു മനോഹരമായ ശ്മശാനമുണ്ട്. പക്ഷെ അതിനകത്ത് ഇനി കുളിക്കാൻ സ്ഥലമില്ലാതെ, അപ്പോൾ ഇനിയും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കും അവിടെ കൊണ്ടുവരുന്നത് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെല്ല് പണിയാൻ തീരുമാനിക്കും. സെല്ല് പണിയാൻ ആ സെല്ലിൻ്റെ പണി ഭംഗിയായിട്ട് കൃത്യമായ സമയത്ത് വലിയ കടബാധ്യതയൊന്നും കൂടാതെ. പിന്നെ ഒന്നുള്ളത് നമ്മുടെ വാഷ്റൂം. നമ്മുടെ അച്ഛൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ജില്ലാ ആസ്ഥാനമാണ്. നമ്മുടെ വാഷ്റൂം കണ്ട ആൾക്കാരായി ഇവിടെ മൂത്രമൊഴിക്കുക, ചെറുതോടിൽ പോയി മൂത്രമൊഴിക്കും. അപ്പം അങ്ങനെ കിടന്നതായ നമ്മുടെ ഒരു വാഷ്റൂം അതിൻ്റെ മട്ടും പാവം ഒക്കെ നമ്മൾ മാറ്റി ഇപ്പം മൂത്രമൊഴിക്കാൻ കയറി ഇറങ്ങിപ്പം കണ്ണാടി ചെയ്തിട്ടാണ് വെക്കാനുള്ള സാഹചര്യത്തിന് വളരെ മനോഹരമായ ഒരു വാഷ്റൂം. അതിനും ലക്ഷങ്ങളായി. പക്ഷെ ആ പണിയൊക്കെ തീർന്നപ്പോൾ കടബാധ്യത എന്ന് ഞാൻ പറഞ്ഞ തെറ്റാണ്. ഒരു 3.5 ലക്ഷം രൂപ കടം വന്നു. 3.5 ലക്ഷം രൂപ കടം വന്നു. എപ്പോഴാണ് ഈ സെല്ല് പണിതു? വാഷ്റൂമും കൂടെ പണിത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു 3.5 ലക്ഷം രൂപ കടം വന്നത്. ദൈവമായിട്ട് CSI സഭ ജനച്ചൂർ സഭയിൽ ദൈവമക്കൾക്ക് 3.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിസ്സാരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് 3.5 ലക്ഷം രൂപ തന്നു. 1000 ഈ മാർച്ചിനുള്ളിൽ കൊടുക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ദൈവം അനുഗ്രഹിച്ചു. മാർച്ച് 31 ഫെബ്രുവരിയിൽ തന്നെ ആ 3.5 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ഇതൊക്കെ നമ്മുടെ അച്ഛൻ്റെ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ. പിന്നെ വന്നുള്ളത് വാക്ചാതുര്യം. വാക്ചാതുര്യം എന്ന് പറഞ്ഞാൽ വാചകടിക്കാനുള്ള കഴിവ്. വാചകടിക്കേണ്ട കഴിവാണ് വാക്ചാതുര്യം എന്ന് പറയുന്നത്. അച്ഛൻ ഇവിടെ വന്നിട്ട് നമ്മളോട് നിങ്ങൾ ആരെങ്കിലും ഇത്ര ഉള്ള നിർബന്ധമായി തമ്മിൽ പറ്റുമെന്ന് പറഞ്ഞിട്ടോ ആരോടും ഒരു കാര്യവും നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിർബന്ധമായിട്ട് കമ്മിറ്റിയായിട്ട് ഒരു തീരുമാനം എടുത്തിരുന്നു. അത് ഇന്നുവരെ നടപ്പിലായിട്ടില്ല. അതായത് ഈ സെല്ല് പണിത വകയ്ക്ക് ഒരു കുടുംബത്തിന് 15,000 രൂപയുണ്ട്. ഇത് കൂടുതലൊന്നുമില്ല. ആ 15,000 രൂപ വെച്ച് എല്ലാ കുടുംബക്കാരും തരണമെന്നായിരുന്നു തീരുമാനം. കുറച്ച് പേരൊക്കെ തന്നു, കുറച്ച് പേര് തന്നില്ല. അതുകൊണ്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അവിടെ കൊണ്ടുവന്നാൽ മാറ്റി നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. നിർത്തുകയും. ഞാൻ പറഞ്ഞു വന്നത് അച്ഛൻ്റെ വാചക രീതിയാണ്. നമുക്ക് ഇന്ന ഒരാവശ്യമുണ്ട്, സംഭാവന ചെയ്യാൻ തയ്യാറുള്ളവർക്ക്. അപ്പം ഏറ്റവും ഒടുക്കത്തെ ഒരു സംഭാവനയായിരുന്നു നമ്മുടെ ഓഫീസിൽ
പയർകാരുടെ ഉപായത്തിൽ വെച്ചിരിക്കുന്ന രണ്ട് വലിയ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്രയും കാര്യങ്ങൾ അച്ഛൻ്റെ സാമർഥ്യം കൊണ്ട്, വാചക സാമർഥ്യം കൊണ്ട് നേടിയിട്ടുള്ള കാര്യം. അച്ഛൻ 4 കൊല്ലം ഇവിടെ ഇരുന്നു. എങ്ങനെ പോട്ടെ, എനിക്ക് 3 കൊല്ലത്തെ കാര്യം എനിക്ക് പറയാം. 3 കൊല്ലവും അച്ഛന് വളരെ ആത്മാർത്ഥമായിട്ട് കമ്മിറ്റിയുടെ കൂട്ടത്തിൽ അച്ഛൻ പ്രവർത്തിക്കാൻ ചെയ്തത്. അച്ഛൻ്റെ കൂട്ടത്തിൽ കമ്മിറ്റി എന്താണ് ഏതായാലും എങ്ങനെയെങ്കിലും PV വർഗീസ് അച്ഛൻ മുതൽ ഈ പോകാതെ 19 അച്ഛന്മാർ ഇരുന്ന കാലങ്ങളിൽ ഈ പള്ളിയിൽ ഓരോരോ പുരോഗമനങ്ങളുടെ പരിഷ്കാരങ്ങളൊക്കെയും വരുത്തിയിട്ടുണ്ട്. നമ്മുടെ വേന തോമസത്തിന്റെ കാലത്തായിരുന്നു തോന്നുന്നു ഈ പള്ളി തുടങ്ങിയതാണ് ഈ പുതിയ പള്ളി. അത് കഴിഞ്ഞിപ്പോൾ ഈ നാൾ വരെ നമ്മുടെ ഗ്രൂപ്പിനോടനുബന്ധിച്ച് ഓരോ പരിഷ്കാരങ്ങൾ കെട്ടിടത്തിനൊക്കെ പറ്റി. കാരണം നമ്മുടെ ഈ ആലയത്തിനുള്ളിൽ വേണ്ടതായ പല പരിഷ്കാരങ്ങളും വരുത്തിയത് അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. ഒന്ന് വാക് സാമർഥ്യം, 2 പ്രസംഗ സാമർഥ്യം, 3 നിരീക്ഷണമാണ്, 4 സാമ്പത്തികമായ. പക്ഷേ അച്ഛൻ്റെ ഈ പ്രസംഗ സാമർഥ്യം എത്രമാത്രം നമുക്ക് പരിഷ്കരിക്കണം നമ്മൾ തന്നെ ആത്മീയമായ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീട്ടുപ്രാർത്ഥന മുടങ്ങിക്കിടന്നതായിരുന്നു. അത് അതാണ് നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ ആത്മീയ ഉണർവെന്ന് പറയാനായിട്ട്. കാരണം കൺവെൻഷനുണ്ട്, കൺവെൻഷൻ നമ്മൾ ആരെങ്കിലും വിളിക്കുന്നു, 3 ദിവസം കൺവെൻഷൻ വിളിക്കും, സൗകര്യമുള്ളപ്പോൾ വരുമ്പോൾ പാടും. എന്നാലും വീട്ടുപ്രാർത്ഥന എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലും ചെല്ലുക, അയൽഭവനങ്ങളൊക്കെ ആ കുടുംബത്തിൽ കൂടുക, വേദവസ്ത്രം വായിക്കുക, വചനം കേൾക്കുക, പ്രാർത്ഥിക്കുക. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രചോദനമാണ്. ഇവിടെ കുടുംബ പ്രാർത്ഥന, വീട്ടു പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഈ സഭയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഇവിടുത്തെ കുറച്ച് അമ്മമാരുടെ നിരന്തരമായ കണ്ണുനീരും പ്രാർത്ഥന. അത് പറയാൻ ഞാനൊട്ടും മടിക്കുന്നില്ല. ഞാനത് പറയാൻ മാത്രമേ എനിക്ക് വെച്ചിട്ടുള്ളൂ. പ്രോത്സാഹിപ്പിക്കാൻ അതിനൊക്കെ സംബന്ധിക്കാനോ കൂടാതെ എന്നെ കൊണ്ട് കഴിയും. ഇപ്പം ഈ വയസ്സൊക്കെ ആണെങ്കിൽ വീട്ടു പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അവിടത്തേക്ക് നല്ല കാപ്പിയുണ്ട്, കാപ്പി കുടിച്ച് സുഖമായിട്ട് പോകാൻ. അപ്പം എന്നാലും അതിലാണെങ്കിലും ഞാൻ പോകാനായിട്ട് ഉത്സാഹിക്കുന്നു. ഇപ്പം പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തുള്ള വീട്ടു പ്രാർത്ഥനയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഞങ്ങളൊക്കെ നടക്കാൻ പറ്റാത്ത കാലമായി. ഇനിയിപ്പോൾ എന്ത് വീട്ടു പ്രാർത്ഥന ഉണ്ടായാലും പോകാൻ പറ്റില്ലോ എന്നും അറിയാം. അപ്പോൾ ഇങ്ങനെ ഭൗതികവും ആത്മീയവുമായ സഭയുടെ വളർച്ചയ്ക്ക് വളരെ വളരെ വളരെയേറെ കഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹം 4 വർഷക്കാലം നമ്മുടെ ഇടയിൽ വളരെ വളരെ സുദൃഢമായ സേവനം അനുഷ്ഠിച്ചു. അതിന് ഫലം എത്രമാത്രം കിട്ടിയെന്ന് നടത്തി ദൈവത്തിൽ നിന്നുള്ള ഫലം അച്ഛൻ കൊടുക്കുന്നുള്ളത് യാതൊരു സംശയവും. അപ്പോൾ ഈ അച്ഛൻ്റെ നമ്മുടെ അടുത്തുനിന്ന് പോകാതിരിക്കാനുള്ള ചിന്ത ഞാൻ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അച്ഛനെ 2 കൊല്ലം കൂടെ പിടിച്ച് നിർത്തിയാലുള്ള ഒരു ആഗ്രഹം ഞാൻ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഭൗതികമായ സാഹചര്യങ്ങൾ അതിനനുവദിക്കാത്തതുണ്ട്. നമ്മൾ അതിനോട് അനുകൂലിക്കുകയല്ലാതെ വേറെ മാർഗവുമില്ല. അപ്പം അതുകൊണ്ടാണ് അച്ഛനെ ഞങ്ങൾ യാത്രയാക്കാനായിട്ട് തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ ഒരു 2-3 കൊല്ലം കൂടെ പിടിച്ചിരുന്നതുകൊണ്ട് ആഗ്രഹിക്കാനില്ല ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭൗതികമായ സാഹചര്യങ്ങൾ വായിച്ച് അച്ഛൻ്റെ ആഗ്രഹം തന്നെയാണ് അച്ഛനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഈ സഭയുടെ 4 വർഷത്തെ സേവനത്തിൽ യാത്രയാണ് ആഗ്രഹിക്കുന്നു. എല്ലാവിധമായ യാത്ര ആശംസിക്കുന്നു. പുതിയ സഭകളിലും ഇവിടത്തെ പ്രവർത്തനം അതിനേക്കാൾ കൂടിയതായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ആത്മീയവും ശാരീരികവും ആയിട്ടുള്ള ശക്തിയും ബലവും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ സഭയുടേതായ ഒരു സ്നേഹപ്രകാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ദയവായി എനിക്ക്
BSc ആണെന്നാണ് എൻ്റെ അറിവ്. BSc ആണെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ആ തലക്കനമൊന്നുമില്ലാതെ എഴുത്തും വായനയും ജ്ഞാനവും അറിവൊന്നും കാര്യമില്ലാതെ നമ്മുടെ സ്ത്രീജനങ്ങളുടെ ഒത്ത വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച കൊച്ചമ്മയെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. കൊച്ചമ്മയുടെ സംഘാടന മികവ് എന്നാണ് പറയാം. സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് എല്ലാവരും സംഘടിപ്പിച്ച് ഒരുപാട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ സംഘടനയുടെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ട കൈത്താങ്ങലൊക്കെയും നൽകി. ഒന്നാമത് ലേലം, അതുപോലെ തന്നെ കൃഷി, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാവുന്ന സംഘടനയ്ക്ക് അങ്ങനെയുള്ളതായ നമ്മുടെ മാതൃസംഘടനയുടെ എല്ലാവിധമായ പുരോഗതിക്കും വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച കൊച്ചമ്മയോടുള്ള സ്നേഹവും അറിയിക്കുന്നു. ഈ സമയം സഭയുടേതായ ഒരു ചെറിയ ഉപകാരം കൊച്ചമ്മ രണ്ട് മക്കളാണ് അവർക്ക്. ആനനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല. അദ്ദേഹം ഇല്ലായിരുന്നു വിദ്യാഭ്യാസമൊക്കെയായിരുന്നു. ഇനി അനിച്ചയുണ്ട്. അനിച്ച ഈ കഴിഞ്ഞ CBSE 10ാം ക്ലാസ് പരീക്ഷ ഉന്നത വിജയം കരസ്ഥമാക്കി. 10ാം ക്ലാസ് PDC ഡിഗ്രി ഒക്കെ പഠിച്ച് പാസ്സാകുന്ന കുഞ്ഞുങ്ങൾക്ക് സഭയിൽ നിന്നും ചെറിയ പാരിതോഷികം നൽകുന്ന ഒരു പതിവ് നമ്മൾ തുടർന്ന് പോയിരുന്നു. ഇനിയിപ്പോൾ അനിക്കാൻ നമ്മൾ കൂടുതൽ അവരുടെ സഭയിലേക്ക് പോകും. അതുകൊണ്ട് ഈ സമയം അനിറ്റയ്ക്കും ചെറിയ പാരിതോഷികം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദയവായിട്ട് അനിച്ചവർ അത് സ്വീകരിക്കണം. വെള്ളിയാഴ്ച 10 മണിക്ക് അച്ഛനെ കൊടുത്തു. ഇവിടെ അച്ഛൻ്റെ ഭവനത്തിലേക്ക് കട്ടപ്പനയിലേക്കാണ് പോകുന്നത്. പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പോകാൻ വാഹന സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 10 മണിയാകുമ്പോൾ എല്ലാവരും വരുന്നത് നമുക്ക് ഒരുമിച്ച് പോകാവുന്നതാണ്. അച്ഛൻ വ്യാഴാഴ്ച വൈകുന്നേരം ചാർജ് വിടും. വ്യാഴാഴ്ച വൈകുന്നേരം ചാർജ് വിടും. അതായത് ഈ വ്യാഴാഴ്ച വൈകുന്നേരം അച്ഛൻ ചാർജ് വിടും. വെള്ളിയാഴ്ച രാവിലെ വിടും അച്ഛൻ പോകുന്നു. അപ്പോൾ ഞാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ 4 കൊല്ലത്തെ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ 3 കൊല്ലത്തെ ശുശ്രൂഷയിൽ അച്ഛന് മനോവേദനയുണ്ടാകുന്നതായ വാക്കോ പ്രവൃത്തിയോ കമ്മിറ്റിയിൽ നിന്നോ സഭാജനങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ നല്ല കാര്യങ്ങൾ വേണ്ടിയിട്ട് അച്ഛൻ എല്ലാ യാത്രാമംഗങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ മറക്കാത്തൊരു അനുഭവമുണ്ട്. ശുശ്രൂഷകനായിരുന്ന നിങ്ങൾക്കാട്ട് വെച്ച് വലിയൊരു അത്യാഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ വന്ന് സന്ദർശിച്ച 3 വൈദികന്മാരാണ് ജോസഫ് ചക്രവർത്തി. ഇവരാരും വന്നില്ല. വന്നത് ജോസഫ് അച്ഛനും അവിടുത്തെ കുറേ ആളുകൾ വന്നു. ജെയിംസ് അച്ഛൻ വന്നു. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അച്ഛനിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ദൈവം അച്ഛനെയും കൊച്ചമ്മയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം പോകുമ്പോഴോ വളരെ കാര്യങ്ങൾ പറയുന്നില്ല. മറുപടി പ്രസംഗത്തിന് അച്ഛനെ വളരെ ആദരവോടെ അച്ഛനോട് പറയാൻ പറഞ്ഞെങ്കിലും അച്ഛൻ എനിക്ക് അവസരം തന്നിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചോളാം. ബഹുമാനമുള്ള സെബാസ്റ്റ്യൻ സാർ, അച്ഛൻ, മക്കൾ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 4 വർഷക്കാലം ഈ മനോഹരമായ സഭാ കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരിക്കലും ഈ ചേലച്ചോട് ജില്ലയിൽ അതിന് മുമ്പ് കടന്നു വന്നിട്ടില്ല. ഞാൻ ചേലച്ചോട് എന്നുള്ള പേര് ഞാൻ ആദ്യം കേട്ടതൊക്കെ കട്ടപ്പന ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പം അവിടെ ഒരു ബെന്നിച്ചേട്ടനുണ്ടായിരുന്നു, ബസ്സിൻ്റെ പേരൊക്കെ അനൗൺസ് ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഈ ബസ്സിൻ്റെ റൂട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അങ്ങനെ ചേലച്ചൂട്, കീരിത്തോട്, വനംകുട്ടി എല്ലാം കുട്ടി ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം ഇങ്ങനെ പേരുകളൊക്കെ പറഞ്ഞ് ബസ്സിൻ്റെ ഓരോ ബസ്സുകാരെ ഓടിച്ചു വിടുകയും ഇങ്ങനെ. അപ്പം അങ്ങനെയാണ് ഏറ്റവും ആദ്യം ചേലച്ചൂട് എന്നുള്ള പേര്
നേരത്തെ എനിക്ക് ഈ സ്ഥലങ്ങളെ കുറിച്ചൊന്നും ഒരു പിടിയില്ലായിരുന്നു. എന്നാൽ ഈ 4 വർഷത്തെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ഏത് സ്ഥലത്തിൻ്റെ കാര്യം ചോദിച്ചാലും എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സഭയുടെ ശുശ്രൂഷയോടൊപ്പം അച്ഛൻ ജില്ലയുടെ ചെയർമാനും കൂടെ ആയിരുന്നുകൊണ്ട് ആ തലത്തിൽ ഞാൻ CMCന്റെ ജില്ലയുടെ പ്രസിഡന്റുമായതുകൊണ്ടും 18 സഭകളിലും കടന്നു പോകാനായിട്ട് നമ്മുടെ ചേലച്ചൂട് ജില്ലയിലെ 18 സഭകളിലും പലവിധ പ്രാർത്ഥനയുടെയും മറ്റു ശുശ്രൂഷകളുടെയും ഭാഗമായിട്ടൊക്കെ കടന്നു പോകാനായിട്ടൊക്കെ ദൈവം അവസരം നൽകി. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മൾ ഇത്രയും നല്ല കുറേ ആളുകളെ പരിചയപ്പെടുവാനും അവരെ സ്നേഹിക്കാനും ഒക്കെ ദൈവം അങ്ങനെ എനിക്ക് ഇവിടെ കടന്നു വന്ന മൂലം ദൈവം ഇടയാക്കി ഓർത്ത് എനിക്ക് തന്നെ ഞങ്ങൾ കുടുംബമായിട്ട് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കടന്നു വന്ന നാൾ മുതൽ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിന്, കരുതലിന്, സപ്പോർട്ടിന് എല്ലാം ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. വാക്കുകളൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല അതൊന്നും, എങ്കിലും വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കുള്ളല്ലോ. അപ്പം എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളിവിടെ ആയിരുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളും, അതുപോലെ വിവിധ സംഘടനയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഭാജനങ്ങൾ, എല്ലാവരും കപ്പ്യാർച്ചൻ്റെ കുടുംബമായിട്ട് ലിൻസി, എല്ലാവരും ലഭിച്ച എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി പറയും. പ്രത്യേകിച്ച് കമ്മിറ്റി അംഗങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും വളരെ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഒന്നും കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. സാറ് മുമ്പേ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊന്നും വന്നിട്ടില്ല. നല്ല സപ്പോർട്ടീവായിരുന്നു എല്ലാവരും. പ്രത്യേകിച്ച് ലേഡീസായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളൊക്കെ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എന്ത് പ്രോഗ്രാം വന്നാലും അതിന് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ എന്താ കാര്യങ്ങളും. പ്രത്യേകിച്ച് ഷിജിയുടെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. എല്ലാവരും എല്ലാ സ്ത്രീജനങ്ങളും ഉണ്ടായിരുന്നു. വർഗീസ് അമ്മാമ്മ, അതുപോലെ സൂസമ്മേന്തി, ഷിജി, എല്ലാ കാര്യത്തിനും ഓടി വന്ന് എന്നെ സഹായിക്കുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഓർത്ത് ഞാൻ അവരോടെല്ലാം ഉള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവന് കുറച്ച് സമയമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവന് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാഞ്ഞിരപ്പള്ളിയിലായിരുന്നല്ലോ. എന്നാലും ഇവിടെ ആയിരുന്ന സമയമൊക്കെ സംഘടനകളോടൊക്കെ ചേർന്ന് നിൽക്കുവാനൊക്കെ ദൈവം ഇടയാക്കി. അതുപോലെ അവനിപ്പം ഈ ഒരു 4 വർഷം കൊണ്ട് BTech ഒക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതുപോലെ സന്തോഷകരമായ കാര്യമാണ്. ഫൈനൽ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി പ്രൊജക്റ്റിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൂ. അതുപോലെ മോളുടെ കാര്യമാണെങ്കിലും അവരുടെ 2 കൊല്ലം ജീവിതത്തിലെ ഒരു നല്ല ഫേസാണ് ഈ സമയം കഴിഞ്ഞു ഫേസ് ആയിരുന്നത്. എന്ന് വെച്ചാൽ അവൻ്റെ BTech കംപ്ലീറ്റ് ചെയ്യുന്നു. മോളാണെങ്കിൽ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ച് നല്ല മാർക്കോടെ അവർക്ക് പാസ്സാകാനും എല്ലാം ദൈവം സഹായിച്ചു. അതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം പകുതി പറയുന്ന പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യങ്ങൾക്കും ഒരു കാലമുണ്ട് എന്ന് പറയുന്നില്ലേ. എന്ന് പറഞ്ഞ പോലെ ഈ സഭയിലേക്ക് ഞങ്ങൾക്ക് വരാനും അതിനൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു ശുശ്രൂഷയിലേക്ക് കടന്നു പോകാൻ അതിനും ഒരു കാലമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഓരോ സമയത്തും മനുഷ്യരായ നമ്മളോരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയും ഉദ്ദേശമൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഇനി പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, കൊച്ചന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരെ ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് CMCക്ക്. എൻ്റെ CMCയിലെ പ്രിയ അമ്മമാര്, സഹോദരിമാര്, അവരവിടെ ഓർപ്പിച്ച പോലെ ഞാൻ ഭയങ്കരമായിട്ട് അവരെല്ലാം മിസ് ചെയ്യും.
ഇരിക്കാറില്ല. വീട്ടിൽ പോയിരുന്ന് ചിലപ്പോൾ കുറേ സമയം ചിരിക്കാറുണ്ട്. എന്നുവെച്ചാൽ അതിനകത്ത് നമ്മൾ പ്രാക്ടീസിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടും, ഓരോ ആൻസറൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ ആൻസറുകളൊക്കെ വായിക്കുമ്പോഴുള്ള അവസ്ഥയാണ്, അത് ഓർക്കുമ്പോഴാണ് ചിരി വരുന്നത്. അത് ഞങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് അത്രയും മനസ്സിലാകത്തില്ല. അങ്ങനെ വളരെ രസകരമായിട്ട് രീതിയിലായിരുന്നു ഞങ്ങളുടെ സംഘടന പൊയ്ക്കൊണ്ടിരുന്നതെന്നോർത്ത് ദൈവത്തിന് സ്വാഗതം ചെയ്യും. അതുപോലെ ഞങ്ങൾ സ്ത്രീസഖ്യമായിട്ട് 2 ടൂറുകൾ സംഘടിപ്പിക്കാനിടയായി. അതുപോലെ കപ്പ കൃഷി, അതുപോലെ പല കൃഷി, അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, ഒരുമിച്ച് സന്തോഷിക്കാനൊക്കെ ദൈവം ഒത്തിരി അവസരങ്ങൾ നൽകി. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇനി നിങ്ങളൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. എല്ലാ മനുഷ്യരിലും എല്ലാം തികഞ്ഞവരൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ കുറവുകളാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പം നിങ്ങൾ ഈ 4 വർഷക്കാലം കൂടെ നിന്ന് നൽകിയ എല്ലാ സപ്പോർട്ടിനും എല്ലാത്തിനും വാക്കുകളിൽ ആണ് ഇപ്പോൾ പറയുന്നത്. എങ്കിലും ഞങ്ങളിങ്ങനെ സ്ഥലം മാറി പോവുകയാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടായിരിക്കും. കടന്നു പോകുന്ന സഭകളിലെല്ലാം ആൾക്കാരെ കുറിച്ച് ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ സംസ്കാരങ്ങളിലൊക്കെ വരാറുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ചിന്തകളിലും സംസാരങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ തീർച്ചയായിട്ടും കാണും. അതുപോലെ ഞങ്ങളുടെ കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുക പോയിരുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴൊന്നും ഓർക്കാൻ പറ്റിയെന്ന് എനിക്കറിയാം. എങ്കിലും പലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു അച്ഛനും കൊച്ചമ്മയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പലപ്പോഴും ഒക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാ നന്മകളും ഈ സഭയ്ക്ക് നേരുകയാണ്. ഇനി പുതിയ വരുന്ന അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും ശുശ്രൂഷയിൽ കൂടുതൽ നല്ല അനുഗ്രഹം പ്രാപിച്ച് കൂടുതൽ ഈ ദേശത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിട്ട് കൂടുതൽ നന്മകളും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ നന്മകൾ നിറഞ്ഞ ഒരു സഭയായിട്ട് നിലനിൽപ്പാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് തന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബഹുമാനായിരിക്കുന്ന MS സെബാസ്റ്റ്യൻ സാറ്, സ്നേഹവും വാത്സല്യമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഒരു വൈദികനെ അല്ലെങ്കിൽ ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവമാണ് പോറിംഗ് ഓഫ് ഹാർട്ട് എന്നാണ് വിളിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ കണ്ണ് അല്ലെങ്കിൽ വേദനയുടെ ഒരു അനുഭവമാണ് യാത്രയയപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഓരോ 4 വർഷവും 5 വർഷവും 2 വർഷവും 3 വർഷം കൂടുമ്പോൾ ഓരോ ഇടങ്ങളിൽ ചെല്ലുന്നു. അവിടുന്ന് ഇങ്ങനെ അവിടുത്തെ സമാജങ്ങളൊക്കെ യാത്രയായിരുന്നു. ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. വളരെ വേദനാജനകമായ, പ്രത്യേകിച്ച് ചേർച്ചോട് സഭയിൽ എളിയവനായ എനിക്ക് കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം നൽകിയ വലിയ സൗഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് 4 വർഷക്കാലം വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ സാഹചര്യം ചേർച്ചോട് ജില്ലയിൽ ഞാൻ ഇതിൽ വന്നിട്ടില്ല. ചേർച്ചോട്ടെ കേട്ടിട്ടുണ്ട് ധാരാളം. കാരണം ബഹുമാനപ്പെട്ട അഭിനന്ദനായിരിക്കുന്ന VS ഫ്രാൻസിസ് തിരുമേനി കട്ടപ്പനയിൽ 6 വർഷം സേവനം ചെയ്ത കാലഘട്ടത്തിൽ ഞാനിവിടെ തിരുമേനിയുടെ ഭവനത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പല കുടുംബാംഗങ്ങൾ എനിക്കറിയാം, പഠിക്കാൻ എനിക്ക് ഫാമിലി അറിയാം. അങ്ങനെ എളുപ്പമായിരുന്നപ്പോൾ അവിടെയുള്ള ബന്ധമുള്ള പല കുടുംബങ്ങളുണ്ട്. അപ്പോൾ അത് നല്ല പരിചയമുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ചേർച്ചോട് ജില്ലയിൽ വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് വളരെ നിഷ്കളങ്കരായ സഭയെ സ്നേഹിക്കുന്ന, സഭയ്ക്ക് വേണ്ടി എന്നെ വളരെ വിസ്മയിപ്പിച്ച ഒരു കാര്യം, ഏത് പ്രൊജക്റ്റ് വന്നാലും അത് വളരെ വിജയകരമാക്കാനായിട്ടുള്ള ഒരു ത്രാണിയുള്ള സഭാജനമാണ്. മറ്റു പല സഭകളും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ വലിയ ഇടവേളയൊക്കെ എടുത്തിട്ടും പലയിടത്തും നിർബന്ധമായ പിരിവുകളൊക്കെ നടത്തി പല കാര്യങ്ങളും വിജയിപ്പിച്ചപ്പോൾ ഇവിടെ അങ്ങനെ നിർബന്ധമായ ഒരു പിരിവില്ല. ഈ വർക്കുകളെല്ലാം നടത്തിയത് ഇവിടുത്തെ സഭാജനങ്ങളുടെ നിർലോഭമായ സഹായ സഹനമാണ്. ഒരു നിർബന്ധ പിരിവില്ല. ഇപ്പം ബന്ധപ്പെട്ട ഇവിടെ ഗുരുവ സാറോട് ചില 15,000 രൂപ പറഞ്ഞെങ്കിലും അത് നിർബന്ധമായിരുന്നു. എൻ്റെ ഒരു പോളിസി അനുസരിച്ച് സഭയുടെ പിരിവിന് നിർബന്ധം പറയേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിനറിയാം സഭയുടെ കാര്യങ്ങൾ. നമ്മൾ സത്യസന്ധമായിട്ടും വളരെ ജെന്യൂനുമായിട്ടാണ് ഒരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നതെങ്കിൽ, ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാമോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. വിശുദ്ധനായ പൗലോസ് ഫിലിപ്പിയരോട് പറയുകയാണ്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ
യേശുക്രിസ്തുവിന്റെ നാമോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. നമ്മൾ ആരെ നിർബന്ധിക്കുന്ന കാര്യം, ഈ നിർബന്ധം സഭയുടെ ദൈവവേലയിൽ നിർബന്ധത്തിന് പ്രസക്തിയില്ല. ദൈവത്തിനറിയാം, ജനങ്ങൾക്കറിയാം, ജനങ്ങൾ വളരെ വെൽ ഇൻഫോംഡ് ആണ്. ഇപ്പൊ നമുക്കറിയാം വാഷ്റൂം പണിയണം, ജനങ്ങൾക്കറിയാം പണിയണമെന്ന്, സെമിട്രി പണിയണം ജനങ്ങൾക്കറിയാം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പാർസനേജ് നമ്മൾ റിനോവേറ്റ് ചെയ്തു, അത് ജനങ്ങൾക്കറിയാം. പുതിയ പാർസനേജ് റിനോവേറ്റ് ചെയ്തു, അതിന്റെ അടുക്കളയുടെ ഭാഗങ്ങളെല്ലാം ചെറുതരിച്ച് വരുന്നതെല്ലാം മാറ്റി വെച്ചു, അതിന്റെ ഡോറുകൾ മാറി, ഇത് ജനങ്ങൾ മാറി. ഇതെല്ലാം ഇവിടുത്തെ സ്തോത്ര കാഴ്ച പൈസയിൽ നിന്നാണ്. വേറെ ഒരു പിരിവ് സ്പെഷ്യലായിട്ടില്ല. എനിക്ക് കമ്മിറ്റിയിൽ നിർബന്ധമായി ഞാൻ പറഞ്ഞു, പിരിവിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ നിങ്ങൾ ചിന്തിപ്പിരിവാറ് കൂടുതൽ കൂട്ടല്ല, ഞാൻ ശുശ്രൂഷയിലാണ്. ദൈവം ഈ എനിക്ക് ഏറ്റവും പ്രയാസമായി നമ്മൾ ഈ പിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് നമ്മൾ ആത്മാർത്ഥമായ ദൈവവേലകൾ സത്യസന്ധനായിരിക്കും. കണക്കിന്റെ കാര്യത്തിൽ സത്യസന്ധയാണെങ്കിൽ, ഞാൻ എൻ്റെ അങ്ങനെ പറയട്ടെ, 11ാമത്തെ ഇടവകയാണ്, സത്യസന്ധമായിട്ട് കണക്കിന്റെ കാര്യത്തിലുണ്ടെങ്കിൽ ദൈവം ഒരു കളവും വരുത്തത്തില്ല. ലക്ഷങ്ങളുടെ പണിയിൽ കോടികളുടെ പണിയിൽ നിർത്തിയിട്ടുള്ള താണ്ടയിൽ ഉൾപ്പെടെ ഞങ്ങൾ ഇന്ന സമയത്താണ് അതിന് പാർസലിന്റെ അടുക്കള മുഴുവൻ ഏകദേശം നല്ല ഒരു പൈസ ആയിട്ടുണ്ട്. പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സത്യസന്ധമായിട്ട്. ഇവിടെ കിട്ടിയ സ്തോത്രകാഴ്ച മുഴുവൻ. അതുകൊണ്ട് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ഈ കണക്കിന്റെ കാര്യത്തിൽ വിജിലന്റ് ആയിരിക്കണം. എങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് ഇവിടെ ഓരോ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച കണക്ക് പറയുന്നത് ഏറ്റവും വിശ്വാസ്യത അവിടെയാണ്. കണക്ക് ക്ലിയർ ആണോ, കാര്യങ്ങൾ ദൈവം നടത്തും. നമുക്ക് ആ പരാജയം സംഭവിച്ചത് കണക്കിന് മഹാടെ കണക്ക് എല്ലായിടത്തും സംഭവിക്കുന്നത്. ഈ GSS സഭയെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ക്യാൻസർ ഇതാണ്, കണക്കില്ല. ദൈവം തരും, കണക്കില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിൽ ദൈവം ഒരിക്കലും മാനിക്കത്തില്ല. സത്യസന്ധമായി സുതാര്യമായി സത്യസന്ധമായി നമ്മൾ പ്രവർത്തിച്ച ദൈവം മാനിക്കും. ഇതുവരെയുള്ള എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഞാൻ പറയുന്നത്, എളമ്പം തുടങ്ങി, ബേക്കടയിൽ തുടങ്ങി, ചെമ്മണ്ണാവ് തുടങ്ങി ഞാൻ തുടങ്ങിയതാണ് എൻ്റെ വർക്ക്. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യാതെ ഞാൻ പോകും. കാരണം അവിടെ ചെല്ലുമ്പോൾ പല ആവശ്യങ്ങളുണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. ഒന്നുകിൽ സെമിട്രി ആയിരിക്കാം, അല്ലെങ്കിൽ പാരിഷുകളായിരിക്കാം, പാർട്സ്നേജ് ആയിരിക്കാം, കിച്ചൺ വർക്ക് കാനഡയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സത്യസന്ധമായി കണക്കെഴുതി, കാരണം എൻ്റെ ഒരു പോളിസി, എൻ്റെ കയ്യിൽ നിന്ന് 10,000 പോയാലും ദൈവത്തിൻ്റെ 1 രൂപ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കയ്യിൽ വരരുത്. അത് ശാപം. ഞങ്ങൾ ഗുണവുമായിട്ട് എന്നും പാലിക്കുന്ന ഒരു പ്രമാണമാണ്. ഇതുവരെ അഭിമാനത്തോട് പറയട്ടെ, 1 രൂപ പോലും അറിഞ്ഞോ ഇനി അറിയാതെ ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ കയറി വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ കൃത്യം അതാണ് കണക്ക് ക്ലിയർ ആണ്. ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ എൻ്റെ ഒരു പോളിസിയാണ്. ഇന്ന് ഞാൻ ലെഡ്ജർ എഴുതി, ഇന്ന് റെസിപ്റ്റ് എഴുതി, ഇന്ന് ലെഡ്ജർ എഴുതിയിട്ട് ഞാൻ ഉറങ്ങത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്നോട് ഇപ്പോൾ എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ബാങ്കിലുണ്ടെന്ന് ഞാൻ ഈ നിമിഷം പറയും. അതാണ് എൻ്റെ ഒരു പോളിസി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ സത്യസന്ധരാണെങ്കിൽ ഒരു കാരണവശാലും ഒരു പരാജയം ആരെയും ഭീഷണിപ്പെടുത്തുന്ന കാര്യമില്ല. ആരെയും വീട്ടിൽ പോയി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ചെയ്ത് ഞാൻ വന്നപ്പോൾ കേട്ട പരാതികൾ പല വീടുകളിൽ നിന്ന് അവരോട് അത് പറയുന്നു, നിങ്ങൾ തന്നില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നു പറയുന്നത്. ഇതൊന്നും പറയാൻ നമുക്ക് അർഹരല്ല. ദൈവമാണ് നമ്മളെ തരുന്നത്. ഈ സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, നമ്മുടെ ആരുടെ സ്വന്തമല്ല. ഇത് ദൈവത്തിൻ്റെ സഭയും ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കരും പകം മാറ്റി നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തിട്ട് അത് വേറെ രീതിയിലൊക്കെ മാറ്റിക്കളഞ്ഞാൽ അത് പരാജയമായി തീരും. സത്യസന്ധമായിട്ട് നീതിയോട്, അതാണ് ഇത്രയും കാലം നിങ്ങൾ കടന്നു നോക്കി ബാലൻസിലാണ്. ഒരിക്കലും ഞാൻ വന്നവരെ കടത്തിൽ ഒരു മാസം പോയിട്ടില്ല, എല്ലാ മാസം ബാലൻസിലാണ്. എനിക്കറിയത്തില്ല എങ്ങനെ ചെയ്യുന്നുണ്ട്. അത്ഭുതമായിട്ട് ഇവിടെ കൊക്കോടെയൊക്കെ ഒരു കാലത്ത് വരുമാനം ഞാൻ ഞെട്ടിപ്പോയി. 1.5 ലക്ഷം രൂപയായിരുന്നു കൊക്കോടെ. ഇവിടെ നിന്ന് കൊക്കോടെ ദൈവം തരുന്നതാണ്. അപ്പം നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നമ്മൾ ഭാഗം മാറ്റാനും അങ്ങോട്ട് മാറ്റാനും ഇങ്ങോട്ട് മാറ്റാനും എൻ്റെ പോക്കറ്റിലോട്ട് ഞാൻ ഇടാനായിട്ട് അച്ഛനായിട്ട് ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രകാരം അത് നടക്കുന്ന കാര്യമല്ല. ദൈവം വിശ്വസ്തനാണ്. സത്യസന്ധമായ കാര്യങ്ങൾ നിർവഹിച്ചാൽ ഇന്ന് നിങ്ങൾ കണക്കെടുത്ത് നോക്കി എല്ലാം ക്ലിയറായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. സംഘടനകളെ സംബന്ധിച്ചോ ഓരോ ഈച്ചാലെ 1 രൂപയുടെ വരെ കണക്ക് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ജനങ്ങളെ അറിയിക്കണം. ഒന്നും നമുക്ക് രഹസ്യമായിട്ട് കണക്കിൻ്റെ ഇവിടെ വെക്കാനായിട്ടില്ല, ഒന്നും മറച്ചു വെക്കാനായിട്ടില്ല. മറച്ചു വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാനും പോകുന്നില്ല. അവിടെ പറയുമ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സഭ ഇത്രയധികം കാര്യമായിട്ട് ഒരിടത്തും ഇല്ലാത്ത ഒരു സപ്പോർട്ടാണ് ഇവിടെ തന്നത്. ഈ സ്തോത്ര കാഴ്ച വരുമാനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വരുമാനമാണ് ഇവിടെ വരുന്നത്. ഓരോ ആഴ്ചയിലും ചില ആഴ്ചയിൽ 1.5 ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ 2 ലക്ഷം എത്തുന്നത്. ഇവിടെ 80 പോലും അത്രയും വരുമാനം വരാത്ത ചില മാസങ്ങളിൽ ഇവിടെ വരുമാനം വന്നിട്ടുണ്ട്. ദൈവവേലയ്ക്കായിട്ട് കൊടുക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, നിഷ്കളങ്കരായ, കളങ്കമില്ലാത്ത ഒരു സമൂഹമാണ് സഭയെ സ്നേഹിക്കുന്ന, ശുശ്രൂഷയെ സ്നേഹിക്കുന്ന. ഇവിടേക്ക് ധാരാളം പേര് ഞങ്ങളെ കുടുംബമായിട്ട് പല വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും അല്ലാതെ വാക്കുകൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ എല്ലാവരും. എനിക്ക് ഒരു പ്രയാസകരമായ ഒരു അനുഭവം ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. സഭയാവുമ്പോൾ ചില സംഘർഷങ്ങൾ, ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒറ്റക്കാലം ശ്രദ്ധിച്ചാൽ മതി. എളുപ്പത്തിലാണ് CC ജേക്കബ് സാറിൻ്റെ ആ വിഷയം ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ശ്രദ്ധയോട് പറയുണ്ടായി. ആ വിഷയം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റ മുകളിൽ 3-ാമത്തെ ദിവസമാണ് ഞാൻ തോന്നിയത്. ഇത്
ഇതുവരെ ആരും അവരുടെ അച്ഛനാകുന്ന ഒരു പത്രക്കാരും അറിയില്ല. എനിക്കറിയാൻ ഈ വിഷയം ഉണ്ടാകാതിരിക്കുന്നതിന് പരമാവധി ശ്രമിച്ചു. നമ്മൾ ആത്മാർത്ഥമായി തിരുമേനിയോട് വന്ന് തിരുമേനി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഞങ്ങൾക്ക് വീട്ടുകാരെ ഞങ്ങൾ അറിയണം. പക്ഷേ അനിവാര്യമായി ഉണ്ടായില്ല. അന്ന് രാത്രി ഞാൻ മുങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ് പോയത്. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് ഒരു പ്രശ്നമില്ല. സഭ 3 തീരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഒരു 3 ആയില്ല, 1 ആയില്ല. അതിനെക്കാട്ടും വേഗത്തിലുള്ള ശക്തമായ സംഭവമാണ്. അപ്പം നമ്മൾ മുങ്ങേണ്ടടുത്ത് സത്യസന്ധമായിട്ട് ശുശ്രൂഷയിൽ മുങ്ങണം. അതാണ് ആവശ്യം. അല്ലാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കാനല്ല. അതിനുവേണ്ടി പാർട്ടിയുടെ ആളാനായിട്ട് ഗ്രൂപ്പിൻ്റെ ആളാനായിട്ട് വല്ല ദൈവങ്ങളെ വിളിച്ചിരിക്കുന്നത്. മുങ്ങേണ്ടടുത്ത് സത്യസന്ധമായിട്ട് മുങ്ങുക. അല്ലാണ്ട് പാമ്പിനെ പോലെ വൃത്തിയുള്ളവരും ഒക്കെ പറഞ്ഞ് ദൈവത്തിൽ പറയുന്നതാണ്. പ്രാവിനെ പോലെ നിഷ്ഠരും പാമ്പിനെ പോലെ കൗശല്യമുള്ളവരും ഒക്കെ ആയിരിക്കണം ശുശ്രൂഷകളുള്ളത്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ വളരെ സൈലൻ്റ് ആയിരുന്നു. ചില കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ പാർട്ടി വന്ന് ബോളെടുത്ത് ഞാൻ മഹാടയുടെ കോർട്ടിലേക്ക് അടിച്ചു, പോസ്റ്റ് ചെയ്തു. സത്യസന്ധമായി ചെയ്ത എൻ്റെ കോർട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അപകടമാണ്, ഇവിടെ പ്രശ്നം ഉണ്ടാകും എന്ന് തോന്നിയിട്ട് ഞാൻ മഹാടയുടെ കോർട്ടിലേക്ക് അടിച്ചു. പ്രശ്നം കൊടുത്തു. ഞാനത് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിൽ ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. 2-3 കേസുകൾ വന്നാൽ അതവർ ഏത് അച്ഛനും അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ പരിഹരിച്ചേക്കാൻ നമ്മൾ ചാടി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വലിയ അഗാധമായ കുഴിയിലേക്ക് വീഴും. നമുക്ക് അതുകൊണ്ട് പ്രയാസം മുഴുവൻ. ഈ പറഞ്ഞ വാക്ക് സത്യമാണ്. ഞാൻ ഇളപുറത്തുനിന്ന് മുങ്ങിയെന്നുള്ളത് ലോകത്തിനും ദൈവത്തിനും അറിയാൻ, കുറച്ച് ആൾക്കാർക്ക് അറിയാം. 3 ദിവസം കഴിഞ്ഞ് ഞാൻ മുങ്ങിയത്. കാരണം എന്നോട് കോളഞ്ചേരിയിൽ എല്ലാം മാറ്റിട്ടായിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ലെല്ലാം ഒത്തു തന്നു. പത്രക്കാരും വന്നു, ചാനലുകാരും വന്നു, എല്ലാവരും വന്നു പോയി. ആരാണ് പിന്നെ ഒരു 10 ദിവസങ്ങളും ചെന്നപ്പം ഒരു പത്രത്തിന് അച്ഛനാണെന്നോ അവരുടെ വൈദികരല്ലേ ഞങ്ങൾ ഇങ്ങനെ തപ്പി നടക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ തപ്പ് പറഞ്ഞാൽ ഞാൻ നേരത്തെ മുങ്ങിയത്. കാരണം ഞാൻ അവിടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും, കാരണം ബിഷപ്പ് പറയുന്ന ഓർഡർ അച്ഛന് പാലിക്കാൻ പറ്റും. നമുക്ക് അനാഥമായ ഒഴിവാക്കുന്നുള്ള പരിശ്രമം ഇന്നും എൻ്റെ കയ്യിൽ ആ ലെറ്ററുണ്ട്. ആ ലെറ്റർ ഞാൻ എഴുതിയ ലെറ്ററും ഞങ്ങൾ കമ്മിറ്റിക്ക് എഴുതിയ ലെറ്ററും എൻ്റെ വായിനകത്ത് ഇപ്പോൾ ഞാൻ കൊണ്ടിടയ്ക്കുകയാണ്. പക്ഷേ ഓർഡർ നമുക്ക് അതിന് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ മുങ്ങാനേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ വിജിലൻ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരിടത്തും ഗ്രൂപ്പ് ദൈവത്തിൻ്റെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാനായിട്ട് ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലമ്പുറത്തൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അവിടെ ഇത് തന്നെ എന്നോട് പറഞ്ഞത് മുഖവിഷയമില്ലാതെ എല്ലാവരും. പിന്നെ പാവങ്ങളോട് ഒരു പ്രത്യേക കൺസേൺ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പാവപ്പെട്ടവനായിരുന്നു. വളരെ ചെറിയ ഇതിൽ നിന്നാണ് ദൈവം എടുത്തത്. അപ്പോൾ സാധാരണക്കാരെ പ്രശ്നം അനുഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ വേദനയൊക്കെ ഉണ്ടാകും. ദൈവമേ അവർ കഷ്ടപ്പെടുന്നല്ലോ, അവരെ എങ്ങനെ സഹായിക്കണം. വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല. ഈ പാലിയേറ്റീവ് പഠനം പ്രധാന വന്നതാണ്. പാലിയേറ്റീവ് ഇവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയൊക്കെ നിശ്ചയം. പക്ഷെ അത് വേണ്ട വിധത്തിൽ നമ്മുടെ സമൂഹത്തിനൊന്നും വേണ്ട വിധത്തിൽ അത് മനസ്സിലായില്ല. പലർക്കും മനസ്സിലായില്ല. അപ്പോൾ അതൊരു പരാജയമായി തോന്നുന്നു. പരാജയം ഞാൻ പറഞ്ഞില്ല. 10-15 പേരോളം ഇവിടെ വന്ന് അതിൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ അനുഗ്രഹമായി തീരുമാനം ശ്രമിച്ചാലില്ല. 3 വർഷക്കാലം ഞാൻ ഹോസ്പിറ്റലിൽ ജാതെടുത്തു. പിന്നെ എനിക്ക് തോന്നി എൻ്റെ തലയിൽ ഈ ഭാരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തന്നെയാണ് ഇല്ലാതാവുന്നത്. അങ്ങനെ ഗുളിയൊക്കെ ഡോസ് കൂടാൻ തുടങ്ങി. 5 നാൾ 15 20 ഇങ്ങനെ പ്രശ്നം വേണ്ടി ഗുളിയായി പലതും വന്നതിപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തോട് പറഞ്ഞു ഇനി എനിക്ക് ഭാരം ചുമക്കാൻ വേണ്ട. നമുക്കൊരു കാലഘട്ടമുണ്ട്. ഒരു ആരോഗ്യമുള്ള ചുമക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ചുമക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കപ്പാസിറ്റി പോയി കഴിഞ്ഞാൽ പല അച്ഛന്മാരും ഒക്കെ രോഗികളാകുന്നതിന് പ്രധാന കാര്യമാണ് ഇങ്ങനെ ടെൻഷനായിട്ട് ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ ഒത്തിരി എല്ലാം എടുത്ത് തലയിൽ വെക്കുന്ന ഒരു രീതിയുണ്ട്. അത് നല്ലതല്ല. മിനിമൈസേഷൻ ആണ് എന്നത് ഏറ്റവും നല്ലത്. ഒരു കാര്യം ഭംഗിയാടി ചെയ്യുക. എല്ലാം കൂടെ ഇങ്ങനെ ഏറ്റെടുത്ത് നമ്മൾ അവസാനം ഇല്ലാതാകുന്നതിൽ എത്ര നല്ലതാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനുള്ളത്. അതാണ് ഞാനിപ്പോൾ ഇപ്പോഴും അതാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനായ നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും സന്മനസ്സിനും സഹായത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും നന്ദി പറയുന്നു. ആരെങ്കിലും എനിക്ക് ആരോടും കണക്കില്ല. ചിലർക്ക് പേരോട് കണക്കുന്നുണ്ടായി. ചില തീരുമാനങ്ങൾ അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ചിലരെയൊക്കെ പല വന്ന കാലഘട്ടത്തിലൊക്കെ എന്നോട് പറയുന്ന കാര്യമാണ് അവരെ മാറ്റിയെടുത്തത്. ചിലപ്പോൾ ഞാൻ മാറ്റിയെടുക്കുന്നതിനാണ് എന്നെ പറ്റത്തില്ല. എല്ലാവരും കർത്താവ് ആരെയും മാറ്റിയെടുത്തിട്ടില്ല. കുരിശിൽ കിടന്ന കളനെ പോലും ഇന്ന് നീ എന്നോട് കൂടെ പറയിച്ചിരിക്കുന്നു പറഞ്ഞ ആ സ്നേഹനിധിയായ കർത്താവിൻ്റെ മുമ്പിൽ ആരെയും മാറ്റിയെടുക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും കരുതുവാനും ഒക്കെ ഉള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ചിലർക്കത് വേദന എല്ലാവരും പലതൊന്നും അംഗീകരിക്കാൻ ഒരു വൈദ്യുതി പറയുന്നത് ഏത് വൈദ്യം വന്നാലും ഏതെങ്കിലും ചില വ്യക്തികൾ മാത്രം പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് ഒരു വൈദ്യുതി പ്രവർത്തിക്കാൻ മതി. എല്ലാവരും ഒരുപോലെ കണ്ടെങ്കിൽ മാത്രമേ ഒരു സഭ നന്നായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് പറ്റിയതുകൊണ്ടാണ്. എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ടാണ്. ചിലർക്ക് വിമർശനം ഉണ്ടായിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം, വളരെ ഇഷ്ടമാണ്. പക്ഷെ എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചേക്കും. പ്രത്യേകിച്ച് സാധാരണക്കാരോട്, ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മേൽവിലാസമില്ലാത്തവരോട് ഒരു കരുണ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോഴായ സാർ വിളിക്കുന്നുണ്ട്. പേക്കടയിൽ ഞങ്ങൾ ആ ഹോസ്റ്റലിൽ കൊണ്ടുവന്നതിനെ ഒരു സാറിനോട് ചോദിച്ചറിയാം. അവിടെ അക്ഷരമറ്റത്ത് കുഞ്ഞുങ്ങൾ പോകുന്ന വഴിക്ക് പേരക്കായി പറിച്ചിരുന്നു. അവരോട് ചോദിച്ചു, ഞാൻ ഇവിടെ ചുമ്മാനിക്കുന്നത് പേരക്കായി പറിച്ചിരുന്നു. നമ്മുടെ നാട്ടുകാരോട് തോന്നുന്നു എൻ്റെ അച്ഛൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കാര്യം കഷ്ടമാണ്.
പിക്കാനിക്കൽ ഒരു സ്തോത്രാമ്മച്ചി എന്നാണ് കുട്ടികളാണ് പഠിക്കുന്നത്. ആ അമ്മച്ചി ആൻറ്റിയൊക്കെ പിക്കാനിക്കലെ തങ്കമ്മ ആൻറ്റി എന്ന് പറയുന്ന ഇവിടെ താമസിക്കുന്നത്. ആൻറ്റി എത്രയോ ഇടങ്ങളിൽ നിന്നാണ് ഫ്രിഡ്ജായിട്ടും ഫുഡായിട്ടും ഒക്കെ സാറുള്ളപ്പോൾ സാറേ ഞാൻ ശരിയല്ലേ ജയ്സൺ സാറിന് മുമ്പ് ഇരിക്കുന്നത്. സാധാരണക്കാർ പാവങ്ങളോട് നമുക്കൊരു കൺസേൺ വേണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കമ്പാഷൻ ഇല്ലാത്ത വിഷയം കൊണ്ട് യാതൊരു പ്രയോജനം. ഞാൻ പഠിച്ച പാഠം നമ്മൾ സാധാരണക്കാരോട് സ്നേഹം അങ്ങനെ ചെയ്താൽ ഞാൻ കാണ്ടിൽ പോകുന്ന ഒറ്റ കാരണങ്ങളുള്ളൂ. ഞാൻ അവിടെ കേബിള് പോലെ നിൽക്കുമ്പോൾ 2-3 ഭവനങ്ങൾ അവിടെ പെരുന്നാളിൻ്റെ പൈസ കറക്റ്റ് കണക്ക് എഴുതി മാറ്റിവെച്ച് ചില വിഘ്നങ്ങളുടെ 3 വീടുകൾ പണിതിട്ടുണ്ട്. അതൊരു കാരണം. രണ്ടാമതായി ഹോസ്റ്റൽ തുടങ്ങിയവരാണ്. എന്നെക്കാളും ഫലപ്രായ പലരും ഉണ്ടായിട്ട് ദൈവം എന്നെ കാനഡയിലേക്ക് വിടണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ചിലപ്പോൾ നമുക്ക് ചില പ്രയാസകരമായ സാഹചര്യമാണെങ്കിലും സാധാരണക്കാർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടിയൊക്കെ നിലനിൽക്കുമ്പോൾ ദൈവത്തിന് അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായി പഠിച്ച പാഠമാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കട്ടെ. സമയം വളരെ അതിക്രമിച്ചു. ബഹുമാനായ തന്ന സ്നേഹ സർക്കാരത്തിനും സംഭാവനകൾക്കും ഒക്കെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും വേദനിച്ചത് മനഃപൂർവ്വമല്ല. ഒരു ശുശ്രൂഷന് ചില സ്റ്റാൻഡുകൾ നിർബന്ധമായി എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ എടുത്തില്ലെങ്കിൽ ആ സഭ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, സഭ തകർന്നു പോകും. പല സഭകളും തകരാനുള്ള കാരണം ആരെങ്കിലും ഭക്ഷണം പിടിക്കുന്നതാണ്, ഉപഭക്ഷണം പിടിക്കുന്നതാണ്. എല്ലാവരെയും ഒരുപോലെ കാണാനും പാവപ്പെട്ടവരായാലും പണക്കാരനായാലും ജോലിയുള്ളവനായാലും ഇല്ലാത്തവനായാലും കൃഷിക്കാരനായാലും ജോലിപ്പണി എല്ലാവരും ദൈവത്തിന് മക്കളാണ്. എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുഖപക്ഷം ദൈവത്തിനില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. സ്വർഗരാജ്യത്തിൽ മുഖപക്ഷമില്ല. അവിടെ ചെറിയവരില്ല, എല്ലാവരും വലിയവരാണ് സ്വർഗരാജ്യത്തിൽ. ആ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് ബഹുമാനായ കമ്മിറ്റികളും സംഘടനക്കാരും എല്ലാ സംഘടനകളും ഏറ്റവും കൂടുതൽ സൺഡേ സ്കൂളിലാണ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിശ്ചയമായിട്ട് സൺഡേ സ്കൂൾ ഇവിടെ മാത്രമല്ല എല്ലംകുളത്ത് എനിക്ക് അറ്റൻഡൻസ് എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ സൺഡേ സ്കൂളിൽ ചെന്ന് ഞാനാണെന്ന് പറഞ്ഞാൽ എനിക്ക് അവാർഡ് എല്ലംകുളങ്ങാർ തന്നായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ പോയത് ഞാനാണ്. ഇവിടെ പല കുട്ടികളും വരാത്തത് ഞാൻ പോകുന്നത് എൻ്റെ ജീവിതം ജീവനാണ് ഞാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് വരുത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. കുഞ്ഞുങ്ങളുടെ സ്വഭാവവും കുഞ്ഞുങ്ങളുടെ സ്വരവും നമ്മൾ ആർജിക്കാൻ സാധിക്കുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശം. കർത്താവ് പറഞ്ഞത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നെങ്കിൽ ദൈവരാജ്യത്തിൽ കണക്കില്ലെന്ന് സത്യമായിട്ട് ഞങ്ങളോട് പറയുന്നു. അപ്പോൾ ആ ഒരു ശുശ്രൂഷയാണ് ചെയ്തത്. ഇനിയും ബഹുമാനായ എല്ലാവരും പ്രാർത്ഥിക്കണമേ. എന്നെ യാത്രക്കാരായിട്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്ത് 8-ാം തീയതി നമുക്ക് ഒരുമിച്ച് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ദൈവം ചെറിയ ഒരു എല്ലാ ഫർണിഷ്ഡായിട്ടുള്ളൊരു വീട് എനിക്കുണ്ട്. ഈ സിമ്പിൾ ലൈഫിനെ പറ്റി വന്നപ്പോൾ ഞാൻ ഉറക്കുകയായിരുന്നു. വലിയ ഇതിലൊന്നുമല്ല കാര്യം. നമുക്കൊരു വലിയ ജീവിതമാണ്. സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾ ഒരു വാർത്ത കണ്ടാണല്ലോ, അമേരിക്കയിൽ ഉന്നതമായ IT ജോലിയുള്ള 2 സഹോദരിമാരെ അവിടെ വന്ന് സിറ്റിസൺഷിപ്പ് ഉള്ള 2 സഹോദരിമാർ 32 വയസ്സുള്ള 2 സഹോദരിമാരെ കന്യാകുമാരിയിൽ വന്ന് ജീവൻ ഒടുക്കിയത് നമ്മൾ വായിച്ചു. നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ വലിയ ബംഗ്ലാവുകൾ പണിയുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ കോടിക്കണക്കിന് രൂപ സ്വരൂപിക്കുന്നല്ലോ, ഞാൻ വില കൂടിയ കാലം നടക്കുന്നതൊന്നുമല്ല ദൈവാനുഗ്രഹം. ഒരു സ്വസ്ഥമായിട്ടാണെങ്കിൽ കഞ്ഞിയും കാന്താരി ചമ്മന്തിയാണെങ്കിൽ സമാധാനത്തോടുകൂടെ എനിക്ക് പായെ കിടന്നാണ് എനിക്ക് ഉറക്കം വരുന്നത്. ഇന്ന് ലോകം തിരിച്ചുകൊണ്ടിരിക്കുക. കോടീശ്വരന്മാരൊക്കെ അവരുടെ സ്വത്തുക്കളൊക്കെ ധർമ്മ അല്ലെങ്കിൽ ചാരിറ്റി കൊടുത്തിട്ട് ചെറിയ വാരൻ ബഫറ്റ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യൻ കോടിക്കണക്കിന് ആ മനുഷ്യനൊരു ഒറ്റ റൂമിലാണ് താമസിക്കുന്നത്. എല്ലാ ചാരിറ്റികളും എന്താ പറയുക, ഇത് ഭാരമായി എന്തിനാ എനിക്ക് വെക്കുന്നത്, എനിക്കിത് മതി അന്നൊന്ന് ഉള്ള സന്തോഷത്തോടെ കഴിയാൻ. ഈ വലിയ മണിമാളികൾ കഴിയുന്നോ അല്ലെങ്കിൽ വലിയ നമ്മുടെ ഈ വലിയ കല്ലുകളെ കുറിച്ചാണ് ഈ കസേരകൾ. ചെറിയ കസേരകളോട് താല്പര്യം, വലിയ വലിയ കസേരകളിലേക്ക് പോകുന്നതിന് താല്പര്യം. അതിനുവേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അറിയാമോ? പക്ഷെ വലിയ കസേരകളാടി എത്തുന്നതാണ് ചെറിയ തന്നെത്താൻ താഴ്ത്തുന്നതിനെ ദൈവം ഉയർത്തും. അതാണ് നമ്മൾ പഠിക്കേണ്ട കാലം. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. കുഞ്ഞു കാര്യം മതി, ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണം. കാരണം അതിനുള്ള ആയുസ് നമുക്കില്ല. കാരണം നമ്മുടെ ബ്രെയിനിൽ കേൾക്കാൻ സാധിക്കില്ല. ഒരു സ്ട്രോക്ക് വന്നാൽ മതി നമ്മുടെ കാര്യം പോയി. ഒരു ചെറിയ വേദന വന്നാൽ നമ്മൾ ലോകത്തിൽ യാത്ര പോകും. ഇതെല്ലാം കാരണം നമ്മുടെ ഈ ഓടിപ്പിടിച്ചുള്ള പാഞ്ഞുള്ള നടത്തണം. സിമ്പിളായിരിക്കും. നമ്മുടെ ഞാനിപ്പോൾ ഈ കുടിയമ്പടിയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്ന മനോഹരമായ ഒരു വീട്ടിൽ അവരുടെ ടൈറ്റിൽ കൊണ്ടുള്ള ബെഡിലൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട്. എത്ര സന്തോഷമാണ്. ഏത് കുഷനുള്ള ബെഡിൽ കിടക്കുന്നതിനേക്കാളും സന്തോഷമാണ്. അവരുടെ എന്തൊരു സന്തോഷമാണ്. അതാണ് പ്രിയപ്പെട്ട ലൈഫ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ എൻ്റെ നിലയിലേക്കുള്ള അണക്കെട്ടുകളിൽ വലിച്ചു കയറ്റി ഞാൻ അവസാനം ഈ രോഗിയായി കൂടുതൽ ആൾക്കാരെ ഇന്ന് മരുന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ പ്രാർത്ഥന, ദൈവമേ രോഗിയായി തീർക്കരുത്, ആരോഗ്യത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല. ഒത്തിരി അടുത്തും വലിയ പ്രശ്നം പറയുക, ആച്ചും വലിയ പ്രശ്നമൊന്നും വേണ്ട. ദൈവം തമ്പുരാൻ തരുന്ന സർട്ടിഫിക്കറ്റിനെക്കാളും ആരുടെ സർട്ടിഫിക്കറ്റാണ് നമുക്ക്
ഈ ലോകത്തിൽ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ദൈവം നമ്മളെ വിശ്വസനെന്ന് എണ്ണിയാൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. കർത്താവിനെ തരുന്ന സർട്ടിഫിക്കറ്റ് മേടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹം. നമുക്ക് എന്തൊരു ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം വളരെ രോഗിയാണ്, ഹാർട്ട് പ്രശ്നം, കോംപ്ലിക്കേറ്റഡ് എല്ലാം എടുത്തു കൊടുക്കുക. ഉള്ള പ്രശ്നം എല്ലാം മേടിക്കുന്നതിനുള്ള എടുത്തു കുറച്ചൊക്കെ വിട്ടുകളയുക, ലിവിങ് ഓഫ് കുറച്ചൊക്കെ വിട്ടുകളഞ്ഞ് സമാധാനത്തോടെ ജീവിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി നമ്മൾ പോയിക്കാൻ എനിക്ക് തോന്നി ഫുൾ ടൈം മിനിസ്റ്ററിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് തകർന്ന് ഇല്ലാതായെങ്കിലോ എന്നൊരു ഭയമുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ലിവിങ് ഓഫ് ഗെറ്റിംഗ് റിഡ് ഓഫ് എന്ന് പറയും, കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവവേല നിൽക്കുവാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ്. ഇവിടെ ബഹുമാനായിരുന്നു ഡെലിവറി സഹകരണം പ്രാർത്ഥന ഉണ്ടാകുവാൻ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും വാത്സല്യത്തിനും പ്രോത്സാഹനത്തിനും സഹായത്തിനും ഇപ്പോഴും എത്രയോ സ്നേഹത്തോടു കൂടിയ വളരെ കളങ്കമില്ലാത്ത കാപട്യമില്ലാത്ത ഒരു സ്നേഹം അത് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അത് ഈ ദേശത്തിൻ്റെ നന്മയാണ്, ഈ മണ്ണിൻ്റെ നന്മയാണ്. അത് നിങ്ങൾ വീണ്ടും വരുന്ന ശുശ്രൂഷകർക്ക് അത് നൽകണമേ എന്ന് വിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് നൽകിയ എല്ലാ നമ്മൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സമർത്ഥമായി തീരുമാനമാകട്ടെ. നല്ല വാക്കുകൾക്ക് സ്തോത്രം തുറന്നു ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.